നിങ്ങളിങ്ങനെ വീട് ആക്രമിച്ച് കയറി എന്നും പറഞ്ഞിട്ട് ഒരു പരാതി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അന്നേരം ഇവൻ നാട്ടിലുണ്ട്, ഇവൻ പത്തനംതിട്ടയുള്ളത്. അവർ തന്ന പെറ്റീഷൻ FIR ഇടാൻ വേണ്ടി പ്രഷറുണ്ട്. FIR ഇടുകയാണെങ്കിൽ അത് നോൺ ബെയിലബിളാണ്. പി ശശിയാണ് വിളിച്ച് പറഞ്ഞത് പത്തനംതിട്ട എസ്പിൻ്റെ അടുത്ത് ഇത് FIR ഇടാൻ വേണ്ടിയിട്ട്. സ്വരാജ് അന്ന് ചെന്നൈയിൽ കോടിയേരി അഡ്മിറ്റായ സമയത്ത് ഞാൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഞാൻ അവൻ്റെ ഇതിൽ പെട്ടിട്ടില്ല, കാരണം എനിക്ക് അവൻ ആദ്യ ഫ്രോഡാണെന്നുള്ളത് അറിഞ്ഞതുകൊണ്ട് ഞാൻ അവൻ്റെ ഏലത്ത് പോയിട്ടില്ല എന്നുള്ളത്. കോടിയേരിയുടെ മരണത്തിൻ്റെ ശേഷം മാഷ് സെക്രട്ടറിയായി വന്നപ്പോൾ മാഷുടെ മകൻ്റെ പോരായ്മകൾ വെച്ചും കൊണ്ട് ഇവൻ വീണ്ടും ഉള്ളിക്കേറി. 2016 ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന മുമ്പ് ഒന്നുമല്ലാത്ത ഇവൻ, എവിടെയും കേൾക്കുകയും ഒരു ജോലിയും ഒരു ഇതും ഇല്ലാത്ത ഒരാൾ ഇത്രയും സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റും ഇങ്ങനെ ലാവിഷ് ലൈഫ്. മമ്മൂക്കാക്ക് ഇതിനകത്ത് വളരെ വ്യക്തിപരമായിട്ട് എന്തൊക്കെയോ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്നുള്ളത് ചില വ്യക്തമായ എവിഡൻസുകൾ കിട്ടിയിട്ടുണ്ട്. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇവർ ഇത്രയും ഇൻബോക്സിൽ പിന്നെ പല സുഹൃത്തുക്കൾക്കും മെസ്സേജ് അയക്കുന്ന സമയത്ത് 2018 പിന്നെ എൻ്റെ ബർത്ത്ഡേക്ക് ഇവളുടെ സ്വന്തം ജ്യേഷ്ഠത്തി എന്നെപ്പറ്റി എഴുതിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവർ ഇപ്പോൾ ഈ എൻ്റെ ഭാര്യ ഇവർക്കിങ്ങനെ ഇൻബോക്സിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ എനിക്ക് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തന്നു. അതായത് അവർ എൻ്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പറയുന്നത്, പിന്നെ നിന്നെപ്പോലത്തെ ഒരു ബ്രദർ ഇല്ലോനെ നമ്മളെ കുടുംബത്തിൽ കിട്ടിയത് പിന്നെ ദൈവം അനുഗ്രഹിച്ച എന്തൊക്കെയാണ്, അത് എൻ്റെ അടുത്തുണ്ട് ആ സ്ക്രീൻഷോട്ട് ഇപ്പോഴും. അത്രയും 2018 പറഞ്ഞ സംഗതിയാണേ. ഇവരിപ്പം മറ്റേ ഡൊമസ്റ്റിക് വയലൻസ് കേസിൻ്റെ അകത്ത് പെറ്റീഷൻ്റെ അകത്ത് പറയുന്നത് എന്നെ മദ്രാസിൽ കൊണ്ടുപോയി ദ്രോഹിച്ചു, അടിച്ചു പിടിച്ചു കാര്യങ്ങളൊക്കെ, അതൊക്കെ ഇപ്പോൾ തെളിയിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ കേസ് ഫൈനൽ സ്റ്റേജിലാണ് ഉള്ളത്. അപ്പം അത് 2021 ഫയൽ ചെയ്യുന്ന ഡൊമസ്റ്റിക് കേസിൽ 2018 അവളുടെ സ്വന്തം ജ്യേഷ്ഠത്തി ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്, നിന്നെപ്പോലത്തെ ഒരു ബ്രദറിലോനെ നമ്മുടെ ഫാമിലിയിൽ കിട്ടിയത് നമ്മളെല്ലാവരും വളരെ ഭാഗ്യം ചെയ്ത ആൾക്കാരാണെന്നുള്ള രീതിയിലാണ് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ 2018 അവർ ആ പോസ്റ്റ് ഇടുന്നത് വരെ പോസ്റ്റ് ഇട്ടതിൻ്റെ ഒരു 2 മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ആ പോസ്റ്റ് ഇടുന്ന സമയത്ത് ഫാമിലി കൊച്ചിയിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ അവിടെ അവർ ഇവിടെയാണ് വന്നു പോകുന്നതാണ്. പിന്നെ എപ്പോഴാണ് ഈ ഡൊമസ്റ്റിക് വയലൻസ് നടന്നതെന്നുള്ളത് അവർ പറയണമല്ലോ, കാരണം അവരെ സ്വന്തം ജ്യേഷ്ഠത്തെയാണ് എന്നെപ്പറ്റി ഇടുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിൽ. മനസ്സിലായില്ലേ? എൻ്റെ ഭാര്യ ഒരു കുല ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഈ കുല ഡിക്ലെയർ ചെയ്തത് നമ്മളതിനെപ്പറ്റി അന്വേഷിച്ചു. കുല എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഈ തലാക്ക് പോലത്തെ ഒരു സംഭവമാണ്. അതായത് തലാക്ക് എന്നുള്ളത് പുരുഷന്മാർ സ്ത്രീകളെ ഒഴിവാക്കുന്ന ഒരു സംഗതി, അതേമാതിരി സ്ത്രീകൾക്ക് പുരുഷന്മാരെ ഒഴിവാക്കുക എന്നുള്ളതാണ് കുല എന്ന് പറയുന്ന സംഗതി. ഈ കുല നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് പ്രകാരം അതാത് മഹലിൽ പോയിട്ട് പിന്നെ ആ മഹൽ നമ്മളെ രണ്ടുപേരെയും വിളിച്ച് വരുത്തി സംസാരിച്ചിട്ടാണ് കുല കൊടുക്കുക. ഓക്കെ, സ്ത്രീ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുല അക്സെപ്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. അതിൽ വേറെ അപ്പീലൊന്നുമില്ല. ഈ കോടതി പോലെ കുറേ കാലം ഇങ്ങനെ നെഗോഷിയേഷനും കാര്യങ്ങളും അതൊന്നുമില്ല. ഓക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, പക്ഷെ അത് മഹലിൽ വിളിച്ച് വരുത്തണം. ഇവർ ഒരു കുല ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞ് എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൽ ഒരു കുലൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇവരെ കുലയിൽ ഒഴിവാക്കി എന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചപ്പോൾ ആ മഹലിലുള്ള പ്രസിഡൻറ്റിൻ്റെ എക്സ് പ്രസിഡൻറ്റ്, ആ മഹൽ ഇപ്പം വഖഫ് ബോർഡിൻ്റെ കൺട്രോളിലാണ്. കാരണം ആ ബാലുശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് 2 വിഭാഗക്കാരുണ്ട് മുജാഹിദിൽ. അവർ മുജാഹിദിൻ്റെ മഹലാണത്. അവിടെ 2 വിഭാഗക്കാരുണ്ട്. ഈ 2 വിഭാഗക്കാർ തമ്മിൽ തല്ലായിട്ട് ഈ വഖഫ് ഈ കമ്മിറ്റി ആ മഹൽ വഖഫ് ബോർഡ് ഏറ്റെടുത്തു. എന്നിട്ട് കേരള ഗവൺമെൻറ് ഹൈക്കോടതിയിൽ കേസ് വന്നിട്ട് അത് റിസീവർ ഭരണമാവും. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്കറിയാം. അതായത് നമ്മളെ പള്ളിൻ്റെ ഒരു മഹലിലൊരു ഡിസ്പ്യൂട്ട് വരുമ്പോൾ കോടതി കേസായി കഴിഞ്ഞാൽ കോടതി റിസീവർ വെക്കും. ഈവൺ ക്ഷേത്രത്തിലടക്കം അതേപോലത്തെ പരിപാടികളുണ്ട്. റിസീവർ ഭരണമായിരിക്കും. അങ്ങനെ നടക്കുന്ന ഒരു സ്ഥലത്ത് അധികാരമില്ലാത്ത പ്രസിഡൻറ്റിൻ്റെ ലെറ്റർ പേഡ് ഉപയോഗിച്ചിട്ടാണ് ഇവർ കുല കൊടുത്തതെന്ന് പറഞ്ഞ ഒരു ഫ്രോജ്ഡ് ഡോക്യുമെൻ്റ് കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. അത് ഭയങ്കര ക്രിമിനൽ സംഗതിയാണ്. അതിപ്പോൾ കോടതിയിൽ ഞങ്ങൾ ഒബ്ജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോടതി അതിനുള്ള അന്വേഷണം ഇപ്പം നടത്തും, എങ്ങനെ ഇവർ കുല കൊടുത്തു എന്നുള്ളത്. കാരണം അധികാരത്തിലില്ലാത്ത ഒരാൾ അവരുടെ ലെറ്റർ പേഡ് യൂസ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഇവർ ചെയ്തിട്ടുണ്ട്. അതിലും അവരിപ്പം എന്തായാലും അത് പെടും, അതിൽ യാതൊരു എക്സ്ക്യൂസും ഇല്ല. കാരണം പക്കാ ഫ്രോഡാണ് അത് ചെയ്തിരിക്കുന്നത്. അത് ആരുടെ ബുദ്ധിയാണെന്നുള്ളത് അറിയില്ല.
ഒരു സുപ്രഭാതത്തിലാണല്ലോ എനിക്ക് ഈ കോടതിയുടെ നോട്ടീസ് വരുന്നത്. അപ്പം ഞാൻ ചില സംഗതികളൊക്കെ ഫോറിൻ യാത്രകളൊക്കെ പോകുന്നത് കൊച്ചിയിൽ നിന്നായിരുന്നു. അന്ന് ഫാമിലി ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയപ്പോൾ ഞാൻ വിദേശത്തൊക്കെ എന്തെങ്കിലും ബിസിനസ് ആവശ്യമായിട്ട് പോകുന്നുണ്ടെങ്കിൽ കൊച്ചിയിൽ വന്ന് പിള്ളേരൊക്കെ കണ്ട് ഇവിടുന്ന് കയറി പോകലായിരുന്നു ശരിക്കും. അപ്പോൾ ഞാൻ പാസ്പോർട്ടും കാര്യങ്ങളും എൻ്റെ ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻറ്റ്സൊക്കെ ഞാൻ കൊച്ചിയിലെ ഫ്ലാറ്റിൽ കൊണ്ടുവന്ന് വെച്ചു. എനിക്ക് പിന്നെ ഈ കോടതി ഇത് വന്നതിന് ശേഷം അവിടെ കയറാൻ പറ്റില്ലല്ലോ. എൻ്റെ പാസ്പോർട്ട് റിന്യൂവലായി. എനിക്ക് പാസ്പോർട്ട് വേണം. അത് അത്ര അത്യാവശ്യമില്ല, കാരണം ഞാൻ കോവിഡിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് എവിടെയും പോകാനുള്ള പ്ലാനിങ് ഒന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു LIC പോളിസി മച്യൂർഡായിട്ട് പിന്നെ എനിക്ക് LICന്ന് കോൾ വന്നുകൊണ്ടിരിക്കുകയാണ്, സറണ്ടർ ചെയ്ത് കാശ് വാങ്ങാൻ വേണ്ടിയിട്ട്. പോളിസി അവിടെ കിടക്കുക, എനിക്ക് പോയി എടുക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ മക്കൾ മുഖേന ഇത് പലതവണ മൂത്തവൻ മുഖേന ആവശ്യപ്പെട്ടു, കാര്യങ്ങൾ ചോദിച്ചു. ഒരു രീതിയിലും ഇത് തയ്യാറില്ല തരാൻ വേണ്ടിയിട്ട്, റെസ്പോണ്ടേ ചെയ്യുന്നില്ല. അവൻ ചെറിയ പയ്യൻ, അവന് എടുത്തു തരാനുള്ളൊരു ഇതൊന്നും ഇല്ലല്ലോ. അവസാനം LICന്ന് വാണിംഗ് ഇത് വന്നു, ഇത് ഞങ്ങളത് ലാപ്സ് ആവും എന്ന്, ഞങ്ങൾക്കിത് സറണ്ടർ ചെയ്തില്ലെങ്കിൽ കാശ് പോകും എന്നൊക്കെ പറഞ്ഞു. കാശ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കെട്ടിയ കാശ് മച്ചൂറായി കഴിഞ്ഞാൽ ഞങ്ങൾ വാങ്ങണ്ടേ. ഇനിയിപ്പോൾ കാശിന് ആവശ്യമുള്ള സമയവും ഞാൻ എന്ത് ചെയ്തു, ഫ്ലാറ്റിൽ പോയി കബോർഡ് ഉണ്ടായിരുന്നു, തുറന്ന് പിന്നെ സാധനം എടുത്തു, എൻ്റെ പാസ്പോർട്ടും എനിക്ക് ആവശ്യം. അവിടെ ഇല്ലെന്ന് ഉണ്ട്, അവിടെ ഉണ്ട്. അവർ ഒച്ചയും ബഹളമൊക്കെ വെച്ചു. വൈഫിൻ്റെ ഒരു സുഹൃത്ത്, ഈ രാജേഷ് കൃഷ്ണൻ്റെയും കൂടെ ഒരു കോമൺ ഫ്രണ്ടായ ഒരു ലേഡിയും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കുട്ടികൾ പിള്ളേരും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ വന്ന് ഞാനതെടുത്ത് പിന്നെ എൻ്റെ ഡോക്യുമെൻറ്റ്സ് മാത്രം എടുത്ത് ഞാൻ ഇങ്ങ് വന്നു. അപ്പോൾ ഞാൻ അന്നേരം ഈ ഇവിടെ രമതയിൽ എനിക്ക് ഞാൻ ഈ വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ മെമ്പർഷിപ്പ് ഉള്ളതാണ്. അപ്പോൾ അവിടെ എനിക്ക് കൂപ്പൺസ് കിട്ടും. ഈ കൂപ്പൺസ് ഞാൻ കൊച്ചിയിലൊക്കെ അവിടെ നാട്ടിലൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യും. അങ്ങനെ പേ ചെയ്യണ്ട റൂമിന്, ബാക്കിയുള്ള സംഗതികൾക്ക് പേ ചെയ്താൽ മതി. അപ്പോൾ കുട്ടികൾ അന്ന് എന്തോ ലീവായതുകൊണ്ട് ഞങ്ങളും വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രമതയിൽ പോയിട്ട് റൂം എടുത്തു. കുട്ടികൾ എൻ്റെ കൂടെ കാറിൽ വന്നു, ഞാനിത് എടുത്തിട്ട് പോയി രമതയിൽ പോയി റൂം എടുത്ത് ചെക്ക് ഇൻ ചെയ്ത് 2-3 മണിക്കൂർ കണ്ടപ്പോണ്ട് എനിക്ക് ഫ്രണ്ട് ഓഫീസിൽ നിന്ന് കോള്, സാറിനെ കാണാൻ വേണ്ടിയിട്ട് വൈറ്റില പോലീസ് ജീപ്പ് ആൾക്കാരും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗോൾഡൻ മെമ്പറാണ് രമതയുടെ. എനിക്കവിടെ പ്രയോറിറ്റി ആക്സസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അവർ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ അവർക്കറിയാം. അപ്പോൾ അവർ GM ലെവലിലുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. എന്താ സാർ പ്രശ്നം, എന്താ ഇഷ്യൂ, എന്താ പറ്റിയത് എന്നല്ല, അതൊരു ചെറിയ എന്താണെന്ന് നോക്കട്ടെ എന്നാണ്. അപ്പോൾ ഞങ്ങളപ്പോൾ പിള്ളേർ രണ്ടുപേരും സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർ പറഞ്ഞു, അവരവിടെ ഇത് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ SI പറഞ്ഞു കുഴപ്പമില്ല, ഇൻസ്പെക്ടർ SI ആണോ എന്നറിയില്ല, ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവർ ആ ലോണിലേക്ക് നടന്നു വന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളിങ്ങനെ വീട് ആക്രമിച്ച് കയറിയെന്നും പറഞ്ഞിട്ട് ഒരു പരാതി വന്നിട്ടുണ്ടല്ലോ പിന്നെ കൊച്ചിയിൽ. അപ്പോൾ അന്നേരം ഇവൻ നാട്ടിലുണ്ട്, ഇവൻ പത്തനംതിട്ടയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, വീട് ആക്രമിച്ചിട്ടൊന്നുമില്ല സാർ, എൻ്റെ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്, ഞാനിത് ഇന്നേ കാര്യങ്ങൾക്ക് പോയിട്ട് ഞാൻ ഓൾറെഡി കടവന്തരയിൽ എൻ്റെ ഒരു പെറ്റീഷൻ കിടപ്പുണ്ട്, അത് ഇതുപോലും FIR ആയിട്ടില്ല. അപ്പോൾ നിങ്ങളിതിന് വന്നിട്ടുണ്ടല്ലോ, അതൊന്ന് അന്വേഷിച്ചാൽ ഞങ്ങൾക്ക് കഥ അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, എന്താ നിങ്ങളെ പ്രശ്നം? അപ്പോൾ അയാൾ ഇതൊക്കെ കണ്ടപ്പോൾ രമതയിൽ ഇങ്ങനെ ഒരു താമസിക്കുന്ന ഒരു ഇത് പിള്ളേരിങ്ങനെ എൻജോയ് ചെയ്ത് കുളിച്ചോണ്ടിരിക്കുന്ന പറഞ്ഞാൽ പുള്ളി പറഞ്ഞു, അവിടെ കയറി വന്നു, ഹോട്ടലിൽ അങ്ങ് വന്നു, പൂളിൻ്റെ അടുത്ത് വന്നു. സാർ ഇരിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ചായയൊക്കെ ഓർഡർ ചെയ്ത് ഇരുന്ന് നമ്മൾ സംസാരിച്ച്, ഞാൻ കഥകൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചുരുക്കി കാര്യങ്ങൾ, അന്നേരം ഇത്ര വലിയ കഥയില്ല, ചുരുക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഒരു വല്ലാതൊരു ഇതൊക്കെ കേട്ടപ്പോൾ വലിയൊരു ഇത് വന്നു. പുള്ളി കാര്യങ്ങൾ കേട്ട് പിന്നെ മൂത്തവനെ വിളിച്ചു, എന്താടെ വീട്ടിൽ നടന്നതെന്ന് ചോദിച്ചു. പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ, പപ്പൻ്റെ ഡോക്യുമെൻറ്റ്സ് പപ്പ കുറേ ആയിട്ട് എന്നോടെല്ലാം ചോദിക്കുന്നുണ്ട്, എനിക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല മമ്മി തരാത്തത് കൊണ്ട്. അതുകൊണ്ട് ഞാൻ പപ്പ ഇങ്ങനെ ഒരു ദിവസം ഇന്ന് വൈകുന്നേരം വന്ന് എടുത്തിട്ട് അങ്ങ് പോയി, അത്ര തന്നെ. വേറെ എടുത്തിട്ട് വന്ന് പോകുമ്പോൾ മമ്മി ബാക്കിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ പിടിച്ചു വെച്ചിന്. അപ്പോൾ പപ്പ കൈ ഇങ്ങനെ ഇതാക്കിയിട്ട് എടുത്തിട്ട് അങ്ങ് പോയി എന്നുള്ള രീതിയിൽ മാത്രം അവൻ ഇത് കൊടുത്തപ്പോൾ SIക്ക് ഏകദേശം ഉള്ളടക്കം മനസ്സിലായി. അയാൾ ഒരു കാര്യം എൻ്റെ അടുത്ത് ചോദിച്ചത്, ഇത് നടന്നത് വൈറ്റില, പിന്നെ നിങ്ങൾ വൈറ്റില ഇവിടെ ഉണ്ട്, ഇത് കേസ് വരുന്നത് പത്തനംതിട്ടയിൽ നിന്നാണല്ലോ പ്രഷർ വരുന്നത്. ഞാൻ അപ്പോൾ എനിക്ക് ഓടി. അപ്പോൾ ഞാൻ അങ്ങനെ അല്ല, ഇത് ഇത്രയും ചെറിയൊരു ഇഷ്യൂസ് പത്തനംതിട്ട SP ലെവലിലൊക്കെ പോയിട്ട് പ്രഷർ വരാൻ മാത്രമുള്ള ഒരു ഇത്, ഞങ്ങളതാണ് ഇത്രയും ഓടിപ്പിടിച്ച് ഇത് വന്നത്. ഇപ്പം ഇതിലും വലിയ ഇഷ്യൂസ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ പോയി. നിങ്ങളെന്തായാലും പിള്ളേരെ ഏതായാലും ഇനിയിപ്പോൾ ഈ പ്രശ്നത്തിന് നിൽക്കണം, ഇനിയിപ്പോൾ അവർ പിള്ളേരെ കടത്തിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അടുത്ത കംപ്ലയിൻറ്റ് പോകും, കൊണ്ടുപോകണമെങ്കിൽ പൊട്ടേക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഡിന്നർ കഴിച്ചിട്ട് കൊണ്ടുപോയി വിടാമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അവർ സ്റ്റേ ചെയ്യാൻ വന്നതായിരുന്നു, പക്ഷേ പാവം അവർക്ക് സങ്കടം ഉണ്ടായിരുന്നു. അന്നേരം തന്നെ കൊണ്ടുപോയി വിട്ട് സ്റ്റേഷനിൽ കൊണ്ടുവന്നാൽ മതി, നിങ്ങൾ ഫ്ലാറ്റിൽ ഇനി പോകണ്ടെന്ന് നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ രാജേഷിൻ്റെ കൂട്ടുകാരിയായ സ്ത്രീ അവിടെ നിന്നിട്ട് SIൻ്റെ അടുത്ത് പറയുക, അവർ പുഷ് ചെയ്ത് എന്നൊക്കെ പറഞ്ഞാൽ അനാവശ്യമായിട്ട് സീൻ ഉണ്ടാക്കുക ആ ലേഡി.
ഏതോ ഒരു എന്താ പറയുക, നമ്മളെ പുത്തൻ സഖാക്കളില്ലേ, അതിൽപ്പെട്ട ആൾക്കാരാണ്. അതായത് ഇപ്പം ഈ ചോരത്തളപ്പിൽ വരുന്ന അങ്ങനത്തെ ഏതോ ഒന്നിൽ പെട്ട ആളാണ്. അനാവശ്യമായിട്ട് സീൻ ഉണ്ടാക്കുക. അപ്പോൾ പറഞ്ഞു ഞങ്ങളതെല്ലാം അന്വേഷിച്ചിട്ടുണ്ട്, ഞങ്ങൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ മാറി നിൽക്കുന്നു, ഒറ്റ സ്ത്രീനോട് മാറി നിൽക്കാൻ പറഞ്ഞു. എസ് ഐ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി അവിടെ നിങ്ങൾ പോയി വിചാരം, നിങ്ങളെ സാധനമൊക്കെ കിട്ടിയല്ലോ, കോടതി ഓർഡർ ഉണ്ട്, ഞങ്ങൾക്ക് കേസ് ഇടേണ്ട വരും, പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഇവൻ ഇത് പോയി. നിങ്ങൾ നല്ല പോലീസ് ഓഫീസറായിരുന്നല്ലോ. പിന്നെ പോലീസുകാരനോ അവരുടെ ഒരു 1-2 കോൺസ്റ്റബിൾമാരെല്ലാം ഫുള്ള് കഥയായിട്ട് ആരാണ് ഇവൻ എന്താണെന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വാങ്ങി ഇവൻ എന്താണ് പൊടി അത് ഇതാണ് അവരും കുറേ കഥകൾ ഇങ്ങോട്ട് പറയുന്നത്. ഇപ്പോൾ ഇവന്മാരെ കൊണ്ട് ഭയങ്കര പ്രശ്നമാണ് സാറേ, ഇപ്പം നമ്മളെ മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല, പോലീസുകാർ കുറേ കഥകൾ ഇങ്ങോട്ട് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞ അവർ ഇതൊക്കെ പോയി. പിള്ളേരെ ഞാൻ അവിടെ സ്റ്റേഷനിലിട്ട് ഞാൻ വന്നു. ഞാൻ ഡിന്നറൊക്കെ കഴിച്ച് കിടക്കാൻ നേരത്തുണ്ട്. അതിൽ ഒരു കോൺസ്റ്റബിൾ പിന്നെ എന്നെ വിളിക്കുന്നു കൃത്യം 10 മണി. പിന്നെ 10 മണിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എസ് ഐ സാറ് ഒരു കാര്യം പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താ, നിങ്ങളെ അവർ തന്ന പെറ്റീഷൻ FIR ഇടാൻ വേണ്ടി പ്രഷറുണ്ട്. FIR ഇടുകയാണെങ്കിൽ അത് നോൺ ബെയിലബിളാണ്. ഓക്കെ, അപ്പോൾ അത് FIR ഞങ്ങൾ ഇടൂ എന്തായാലും, മേലേന്ന് പ്രഷറുണ്ട്. ഞങ്ങൾക്ക് നിങ്ങളെ കണ്ട നിങ്ങളെ ഒരു ജെന്യൂനിറ്റിയും നിങ്ങളെ പ്രൊഫൈലും കാര്യങ്ങളെല്ലാം നമ്മൾ ഇത്രയും സമയത്തിൻ്റെ ഉള്ളിൽ ഇപ്പം എന്തും നമുക്കൊരു നമ്മളാരാണെന്നുള്ളത് നമുക്ക് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കിട്ടുമല്ലോ. നമ്മളതെല്ലാം കണ്ടപ്പോൾ നിങ്ങളെന്താണ്, നിങ്ങളെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലായി. ബാക്കി നിങ്ങൾ പറഞ്ഞ കഥയിൽ നിന്ന് മനസ്സിലായി. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഒരു 2 മണിക്കൂർ തരാം. അതിൽ നിങ്ങളെന്താണെന്നുള്ളത് അത് അങ്ങനെ അവർ പറയില്ലല്ലോ, 2 മണിക്കൂർ തരാം. അപ്പം ഞാനാണെങ്കിൽ ഓൾറെഡി ആ നൈറ്റിനുള്ള കൂപ്പൺ യൂസും ചെയ്ത് അതിന് റെഡീം ചെയ്തു. അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഡ്രൈവ് ചെയ്താൽ വന്നതും ഞാൻ എൻ്റെ പാർട്ട്ണറെ വിളിച്ചു. പിന്നെ നമ്മളാ കമ്പനിൻ്റെ മറ്റേ ഡയറക്ടറെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. പുള്ളി പറഞ്ഞ ഒരു കാര്യം ചെയ്യും, അവർ പറഞ്ഞ സ്ഥിതിക്ക്. അപ്പോൾ ഇവരും പറഞ്ഞു, പറ്റുവാണെങ്കിൽ നിങ്ങൾ ചെന്നൈയിലേക്കല്ലേ ഡ്രൈവ് ചെയ്ത് പോകുന്നത്, പാലക്കാടിൻ്റെ അപ്പുറത്ത് പോയിട്ട് എവിടെയെങ്കിലും സ്റ്റേ ചെയ്തോളൂ, എന്നിട്ട് അവിടുന്ന് പിന്നെ പയ്യെ പോയാൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത്രയും അവർക്ക് അത് ജെന്യൂനിറ്റി ബോധ്യമായത് കൊണ്ടാണല്ലോ. പിന്നീടാണ് മനസ്സിലായത് പത്തനംതിട്ടക്ക് പി ശശിയാണ് വിളിച്ച് പറഞ്ഞത്, പത്തനംതിട്ട എസ്പിൻ്റെ അടുത്ത് ഇത് FIR ഇടാൻ വേണ്ടിയിട്ട്. പി ശശി വിളിച്ച് രാജേഷ് കൃഷ്ണ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ FIR ഇടാൻ വേണ്ടിയിട്ട് ചെയ്യിപ്പിച്ചതാണ്. പിന്നീട് അതും എന്തായിട്ട് ബോധമായി. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, നിങ്ങളന്ന് പോയോ? ഇല്ല, ഞാൻ അവിടെ നിന്ന് എന്ത് ചെയ്തു, അവിടെ നിന്നാണ് എൻ്റെ ഞാൻ അതുവരെ ഒന്നും റിയാക്ട് ചെയ്തില്ല. ഈ ഡൊമസ്റ്റിക് വയലൻസ് വന്നേരം പോലും ഞാനൊന്നും റിയാക്ട് ചെയ്താന്നൊന്നില്ല. അവിടെ നിന്ന് അങ്ങോട്ടാണ് ഞാൻ റിയാക്ട് ചെയ്യാൻ തീരുമാനിച്ചത്. എങ്ങനെയാ, ഞാൻ നേരെ ചെന്നൈക്ക് പഠിക്കുന്നതിന് പകരം കാറ് തിരുവനന്തപുരത്തോട്ട് വിട്ട് തിരുവനന്തപുരത്തെത്തി. ഞാൻ അവിടെ ഒരു ഹോട്ടലിൽ റൂം എടുത്ത് നന്നായിട്ട് പുലർച്ചയായി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ റെസ്റ്റ് ചെയ്തു. അവിടുന്ന് പിറ്റേന്ന് കാലത്തല്ല ഒരു ഉച്ച കഴിഞ്ഞിട്ട് റിജുവിൻ്റെ കെയർ ഓഫിൽ പിന്നെ ഞാൻ ഒരു കോടിയേരിൻ്റെ അടുത്തൊരു അപ്പോയിൻമെൻറ്റ് ചോദിച്ചു. റിജുവിന് ചില കാര്യങ്ങളെല്ലാം അറിയാം. കോടിയേരിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. പിന്നെ വളരെ അവർ കേസ് ഇട്ടില്ല, FIR ഇട്ടില്ല അവിടെ. FIR ഇട്ട്, പക്ഷെ അവരെ ധാരണ ഞാൻ പോയി FIR ഇട്ടാട്ട് അവരത് ഞാനത് പിന്നീട് വന്നിട്ട് സ്റ്റേഷൻ ജാമ്യം എടുത്തു. കോടിയേരിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടി, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ കോടിയേരിന് അതിന് മുമ്പും എനിക്ക് പരിചയമുണ്ട്. അതായത് പാർട്ടി ഉള്ള നമ്മൾ ഏറ്റവും അടുത്ത നാട്ടിലുള്ള ആൾ എന്നുള്ള രീതിയിൽ നമ്മളെന്തുണ്ടെങ്കിലും പുള്ളിൻ്റെ ഇതിൽ പോകുന്നതാണ്. പുള്ളി പറഞ്ഞു, പുള്ളിക്ക് ഈ കേൾക്കുമ്പോൾ ഒരു ഭയങ്കര ഷോക്കായിട്ട് കാര്യങ്ങൾ കേട്ടപ്പം പുള്ളി പറഞ്ഞു, ഇത് നീ ഒരു കാര്യം ചെയ്യൂ, പിന്നെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു പരാതിയായിട്ട് കൊണ്ടാ എന്ന് പറഞ്ഞു. അപ്പോൾ പരാതിയായിട്ട് കൊണ്ടാന്ന് പറഞ്ഞ സമയത്ത് എനിക്കത് അന്നേരം ചെയ്യാനുള്ള ഒരു ഇതില്ല. കാരണം നമ്മൾ ഇരുന്ന് ടൈപ്പ് ചെയ്തത് ചെയ്യണമല്ലോ. ഞാൻ അവിടുന്ന് വീണ്ടും ആ ദിവസം അവിടെ റെസ്റ്റ് എടുത്ത് ഞാൻ ഉടനെ അത് തയ്യാറാക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് തിരുനെല്വേലി വഴി ചെന്നൈയിലേക്ക് പോയി. പിന്നെ ഇങ്ങോട്ട് വന്നില്ല. പിന്നീട് ഞാൻ പ്രിപ്പയർ ചെയ്ത് വന്ന് രണ്ടാമതും കംപ്ലൈൻ്റൊക്കെ അടിച്ച് ഡ്രാഫ്റ്റാക്കി കൊണ്ടുവന്ന് പാർട്ടീൻ്റെ അകത്ത് കോടിയേരിൻ്റെ കയ്യിൽ നേരിട്ട് കൊടുത്തു. ഇവനെ പറ്റിയിട്ടുള്ള ഒരു 10-36 പേജ് ഉള്ള ഒരു ലെറ്റർ. അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് കോപ്പി മുമ്പ്. ഇത് വായിച്ചപ്പം പുള്ളി എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ ഇത് ചർച്ചയ്ക്ക് വന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്നത് അന്നേരം ഇവരൊക്കെ സെക്രട്ടേറിയറ്റ് മെമ്പർമാരാണ്. മറ്റേ നമ്മുടെ PK ബിജു, രാജേഷ്, ശ്രീരാമകൃഷ്ണൻ, തോമസ് ഐസക്ക്, ഇവരെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത്. കാര്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവരുടെ കംപ്ലീറ്റ് വളരെ വ്യക്തമായിട്ട് അതിനകത്ത് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നേരം MP രാജേഷ് സ്പീക്കറാണ്. പുള്ളിയുടെ ഓഫീസിൽ നിന്നുണ്ട് എനിക്ക് പുള്ളിനെ കാണണമെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് PA മുഖേന.
പുള്ളിനെ പോയി കണ്ടു. അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം പുള്ളിൻ്റേതായ കുറേ കാര്യങ്ങൾ ഇന്നസെൻ്റായിട്ട് പറഞ്ഞു. അതായത് ഇങ്ങനെയാണ് നമ്മൾ തമ്മിൽ ഇതില്ല. എനിക്ക് പുള്ളി അയച്ച വാട്സപ്പ് മെസ്സേജെല്ലാം ഇപ്പോൾ ഉണ്ട് എൻ്റെ അടുത്ത്. പിന്നെ അതിൽ വ്യക്തമായ റിപ്പോർട്ട് മറുപടി തരാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ, എ റഹീം. പുള്ളി ഒരു കമാന്നൊരു അക്ഷരം പോലും തന്നിട്ടില്ല. പിന്നെ സ്വരാജ് അന്ന് ചെന്നൈയിൽ കോടിയേരി അഡ്മിറ്റായ സമയത്ത് ഞാൻ വന്നപ്പോൾ ഞാൻ കണ്ട സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഞാൻ അവൻ്റെ ഇതിൽ പെട്ടിട്ടില്ല, കാരണം എനിക്ക് അവൻ ആദ്യ ഫ്രോഡാണ് എന്നുള്ളത് അറിഞ്ഞതുകൊണ്ട് ഞാൻ അവൻ്റെ അയലത്ത് പോയിട്ടില്ല എന്നുള്ളത്. അതിൻ്റെ ആ സമയത്ത് വേറൊരു ഇൻസിഡൻറ്റും കൂടെ നടന്നിട്ടുണ്ടായിരുന്നു. ഒരാൾ ലക്കിലി എക്സ്കേപ്പായി. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ബാലഗോപാൽ സാറില്ലേ, ധനകാര്യമന്ത്രി, പുള്ളിയുടെ മകൾക്കോ UK അഡ്മിഷൻ കിട്ടിയിട്ട് ഇവനായിരുന്നു കംപ്ലീറ്റ് എല്ലാം ഏർപ്പാട് ചെയ്ത് കൊടുത്തത്. പിന്നെ ഇവൻ്റെ വീട്ടിൽ താമസിച്ചും കൊണ്ട് പഠിക്കാമെന്നുള്ള ഒരു ധാരണയിലാണ് അത് ചെയ്തത്. ആ സമയത്താണ് ഈ ലെറ്റർ പോകുന്നത്. ആ അഡ്മിഷനേ പുള്ളി വേണ്ടെന്ന് വെച്ചു. മനസ്സിലായില്ല. അതുവരെ പുള്ളി ഇവരെ ട്രാപ്പിൽ പെട്ടിട്ടില്ല. പുള്ളി ജസ്റ്റ് എസ്കേപ്പാണ്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവരുടേതായ ജസ്റ്റിഫിക്കേഷൻസ്, ഇൻക്ലൂഡിങ് ശ്രീരാമകൃഷ്ണനെ എല്ലാവരും ഇങ്ങനെ പറയാൻ പറഞ്ഞു. എന്ത് ഇത് അങ്ങനെ. ഈ ശ്രീരാമകൃഷ്ണനാണ് ഇവനെ ഈ നമ്മുടെ ഈ വിദേശ ഇതുണ്ടല്ലോ, എന്ത് സംഘടനയാണ് അത്? യുഗ്മ അല്ല, നമ്മുടെ മറ്റേ എന്ത് അസംബ്ലിയാ, ലോക കേരള സഭയിലൊക്കെ കയറ്റുന്നത് പുള്ളിയാണ്. മനസ്സിലായില്ലേ? അത് UK തന്നെ ഇവനക്കെതിരെ ഒരുപാട് ഇൻഫർമേഷൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഇവർ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് UK പല പ്രോഗ്രാമും പ്ലാൻ ചെയ്തിട്ട് നേതാക്കന്മാർ അവിടെ വരും. പക്ഷെ അവർ ഇവരെ കൂടെ കറങ്ങാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ട് സഖാക്കളിന് എൻ്റെ അടുത്ത് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് കാര്യങ്ങൾ. ഓക്കെ, അങ്ങനെ ഈ ഇതൊക്കെ പരാതി കൊടുത്തു. പരാതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ എല്ലാം ഓരോരുത്തർ അവരുടേതായ ജസ്റ്റിഫിക്കേഷൻ തന്ന് അവസാനമായിട്ട് എനിക്ക് വന്ന വിളി എന്ന് പറയുന്നത് MA ബേബി സാറ് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ. അതും എല്ലാവരും അവരെ കണക്ഷൻ ആൾക്കാരാണ് വിളിക്കുക, അവർ ഡയറക്റ്റല്ല വിളിക്കുന്നത്. ഇങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇത് ഫോണിൽ എനിക്കങ്ങനെ കൂടുതൽ പറയാൻ പറ്റില്ല. അല്ല, ഞാനിതിൽ ഇടപെടാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പാർട്ടിയുടെ UK ചാർജ് എനിക്കാണ്. അപ്പോൾ ഇവനെപ്പറ്റി മുമ്പും പരാതികൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഇത്ര വലിയൊരു സംഗതി ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്കിത് കൂടുതൽ അറിയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സാറ് തിരുവനന്തപുരത്ത് വരാം, സാർ എപ്പോഴാണ്? അപ്പോൾ പറഞ്ഞു, താൻ കണ്ണൂരല്ലേ ഉള്ളത്, കണ്ണൂർക്കാരനല്ലേ? ഞാൻ പറഞ്ഞു, അതേ കണ്ണൂരാണ്. താൻ ഇപ്പോൾ എവിടെയല്ല? ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ എറണാകുളത്തുണ്ട്, ഞാൻ ഒരു ആവശ്യത്തിന് വന്നതാണ്, ഇന്നേ ഹോട്ടലിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഹോട്ടലിലാണ് നിൽക്കാറ് പോയാൽ. പുള്ളി പറഞ്ഞു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ പറ്റുവാണെങ്കിൽ തിരക്കൊന്നും ഇല്ലെങ്കിൽ മറ്റന്നാളെ കഴിഞ്ഞ് ഞാൻ കണ്ണൂരിലുണ്ടാവും, നമ്മൾ പാർട്ടി കോൺഗ്രസ് തുടങ്ങുകയാണ്, അവിടെ വന്നോളൂ, നമുക്ക് വിശദമായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വരാമെന്ന് പറഞ്ഞു. ഞാൻ നേരെ അന്ന് ചെന്നൈ പോകുന്ന ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് നേരെ നാട്ടിലേക്ക് പോയി, വീട്ടിൽ നിന്നു. ഇയാൾ കണ്ണൂരിലെത്തിയ ദിവസം നേരെ പുള്ളി പയ്യാമ്പലം ഗസ്റ്റ് ഹൗസിലാണ്, റൂം നമ്പറൊക്കെ തന്നു. അവിടെ പോയി നേരിട്ട് കണ്ടത് പുള്ളിയുടെ പിറന്നാളുമാണ്. പുള്ളിയുടെ കൂടെ ഇരുന്ന് ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. നല്ല ആളാണ്, നല്ല മനുഷ്യൻ. പുള്ളി കംപ്ലീറ്റ് കഥകൾ കേട്ടു. പുള്ളി കഥകൾ കേട്ടിട്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ നിങ്ങൾക്കറിയാമെന്നറിയില്ല, ഒരു ഹർസേവ് ബൈൻസിനെ അറിയോ? അറിയാം. ഹർസേവ് ബൈൻസിന് സെക്രട്ടറി ഈ പയ്യാമ്പലത്ത് നിന്ന് MA ബേബി സാറിൻ്റെ കാറിൽ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഹർസേവ് ബൈൻസ് ഉണ്ട് പന്തലിൽ, പ്രതിനിധി സമ്മേളനം നടക്കുന്ന പന്തലിൽ, ഞാൻ ഡ്രൈവറെ കൂടെ വിടാം, പുള്ളീൻ്റെ അടുത്തും പോയിട്ടൊന്ന് പറഞ്ഞേക്ക് കാര്യങ്ങൾ. പുള്ളിക്ക് മലയാളം അറിയില്ല, ഇംഗ്ലീഷിൽ കാര്യങ്ങൾ പറഞ്ഞാൽ മതി, ഇതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പുള്ളിക്കും യെച്ചൂരിക്കും ഒന്ന് കൊടുത്തേക്ക് എന്ന് പറഞ്ഞു. ഓക്കെ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പന്തലിൽ പോയി ഹർസേവിനെ കണ്ട്, ഹർസേവും വൈഫും ഇങ്ങനെ ഇരിക്കുന്നു, ഫോട്ടോസ് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ ഹർസേവിൻ്റെ ഭാര്യ പറയുകയാണ്, ഐ കാൺ ബിലീവ് ദിസ് ബിക്കോസ് ഈസ് സോ ക്ലോസ് ടു അസ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയുകയാണ്. കാരണം പുള്ളി ഭയങ്കര ഒരു വിഷമത്തോടെ, സച്ച് എ നൈസ് പേഴ്സൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് പുകഴ്ത്തി പറയും. കാരണം അവരൊക്കെ മുമ്പിൽ ഇവനെ അങ്ങനെയാണ്. അങ്ങനെ പിന്നെ അപ്പം പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഇതുണ്ട് ഇങ്ങനെ. അപ്പോൾ MA ബേബി സാർ ഓൾറെഡി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പുള്ളിൻ്റെ അടുത്ത്, ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട്, നിങ്ങൾ കണ്ട് സംസാരിക്കണം പറഞ്ഞു. ഇതേപോലെ ഞാൻ ലെറ്റർ കൊടുക്കുകയും ചെയ്തു. ആ സമയത്ത് ഇവൻ കംപ്ലീറ്റ് അങ്ങോട്ട് ലോക്കായി. അവനവിടെ ഉണ്ടോ? അവനവിടെ കയറി, അന്നേരം അവനവിടെ കയറി വരുന്ന, അവനവിടെ ഇല്ല അന്നേരം. ഞാൻ ഹർസേവിനെ കണ്ട് ഇറങ്ങി വരുന്ന സമയത്താണ് ഇവനും കുറച്ച് ടീമും കയറി വരുന്നത് പന്തലിലേക്ക്. അവിടെ നിന്നാണ് അവൻ എന്നെ കണ്ടിട്ട് എന്നെ ആക്രമിച്ചിട്ട്, ഞാൻ പറഞ്ഞില്ലേ കണ്ണൂർ ആക്രമിച്ചു. ഞാൻ കണ്ണൂരിൽ ഫയൽ പിന്നെ അവൻ തല്ലിയോ? അവൻ വന്നിട്ട് ആദ്യം എന്നെ ഇങ്ങനെ പിടിച്ചു, എൻ്റെ ഷർട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഇടിക്കാൻ വന്നപ്പോൾ അവൻ്റെ കൂടെ വന്നവൻ രാജേഷേ എന്ന് വിളിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ ഇവൻറ്റ് നടക്കുന്ന ഒരു സ്ഥലമാണ്. തൊട്ടടുത്ത സമയത്ത് CM ഒക്കെ എത്താനുള്ള സ്ഥലം ഫുൾ CCTVയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വിളിച്ചപ്പോൾ ഇവൻ കുറച്ച് അലേർട്ടായി. അപ്പോൾ ഇവൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഈ കാലിൻ്റെ വലിയ വിരൽ ചവിട്ടിപ്പിടിച്ച് ഞാൻ ഓടാതിരിക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇത് വിട്ട് കാല് ചവിട്ടിയാൽ ക്യാമറയിൽ അങ്ങനെ കിട്ടില്ലല്ലോ. എന്നിട്ട് ഒരുപാട് എന്നെ തെറി വിളിച്ച്. തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല. നീ തകർന്ന് നിൻ്റെ കുടുംബം തീർന്ന് ഇനി ഇല്ല, നീ കണ്ടോ ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞു. ഞാൻ അപ്പോഴത്തേക്ക് എൻ്റെ ഇതിൽ നിന്ന് എനിക്ക് ബ്ലഡ് വന്ന് തുടങ്ങി. അത് നേരെ പോയി അവിടെ എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ടായിരുന്നു, പുള്ളിനെ വിളിച്ച് പുള്ളി വന്ന് 2 വീലറിൽ കയറി നേരെ പോയി. 2 വീലറിൽ ഓട്ടോ എടുത്തിട്ട് പോയിട്ട് ഞാൻ അവിടെ തൊട്ടടുത്തൊരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ്, പോലീസായി കംപ്ലയിൻ്റ് ആയി. അവർ വന്ന് അതും കംപ്ലയിൻറ്റ് ഇതെല്ലാം കൊടുത്ത് CSR കോപ്പി ഉണ്ട്, FIR ആയിട്ടില്ല. ഓക്കെ, ഇത് കഴിഞ്ഞ് ഇവനെ കംപ്ലീറ്റ് ഇവരെ ഒതുക്കി, എല്ലാവരും കൂടെ, മനസ്സിലായില്ലേ? ഒതുക്കി. ഇവനിക്ക് യാതൊരു ഇതുമില്ല. UK നടക്കാൻ തന്നെ പല ആൾക്കാരും വിളിച്ചിട്ട് പറഞ്ഞു അവൻ്റെ ഭരണം നിന്ന് ഒന്നുമില്ല. കാരണം അവൻ്റെ ഈ സമീക്ഷ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അറിയാം. സമീക്ഷ ഇവനിക്ക് എഗെയിൻസ്റ്റാണ്. ഇവൻ സമീക്ഷ വർഷങ്ങളായിട്ടുള്ള സമീക്ഷക്കെതിരെ ഇവനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, കൈരളി എന്ന് പറഞ്ഞിട്ട്. അതിന് ഇവിടെ ഭയങ്കരമായ എതിരാളികളുണ്ട്. അവരൊക്കെ എന്നെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് പറഞ്ഞു, നിങ്ങളെ കാര്യം ഏറ്റിട്ടുണ്ട്, ഇവന് കംപ്ലീറ്റ് ഒതുങ്ങിയിട്ടാണ് എല്ലാം പറഞ്ഞു. പക്ഷേ ആ ഒതുങ്ങൽ കുറച്ച് കാലത്തേക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, കോടിയേരിയുടെ മരണത്തിൻ്റെ ശേഷം മാഷ് സെക്രട്ടറിയായി വന്നപ്പോൾ മാഷുടെ മകൻ്റെ പോരായ്മകൾ വെച്ചും കൊണ്ട് ഇവൻ വീണ്ടും ഉള്ളിക്കയറി. ഓഫ് കോഴ്സ് പാർട്ടിയിൽ നിന്ന് ഒരു വിലക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പി ശശി ആയാലും ആരായാലും ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ. മാഷ് വീണ്ടും ക്ലോസ് ആയ സമയത്ത്, പിന്നെ മാഷ് ഇപ്പോൾ UK പോയ സമയത്ത് അവൻ്റെ വീട്ടിലടക്കം പോയി. അതെ, അവിടുന്ന് തിരിച്ചു വരുമ്പോഴാണ് മാഷിനെ കൊണ്ടുവിടുമ്പോൾ എന്നെ തല്ലാൻ വന്നത്. അതെ, മാഷ് വീട്ടിലടക്കം പോയി. അപ്പോൾ മാഷിൻ്റെ മകനിക്ക് ഇത്രയും കാര്യങ്ങൾ, ഇത്രയും സംഗതികളെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടും അവൻ മാഷിൻ്റെ അടുത്ത് അവതരിപ്പിച്ചനോ ഇല്ലെന്നുള്ളത് എനിക്കറിയില്ല. മാഷിൻ്റെ അടുത്ത് ഞാൻ പേഴ്സണലായിട്ട് ഈ കാര്യങ്ങൾ അപ്പോളോ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് എന്നെക്കൊണ്ട് പറയാൻ പറ്റുന്ന രീതിയിൽ ഞാനും പറഞ്ഞിട്ടുണ്ട്. കോടിയേരിയുടെ സമയത്ത് അവിടുന്നാണ് എനിക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. ഒരുവിധ ആൾക്കാരുടെ അടുത്തല്ല ഈ ഇൻഫർമേഷൻ ഞാൻ ഷെയർ ചെയ്ത് അവിടുന്നാണ്. മാഷിൻ്റെ അടുത്ത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ വീണ്ടും മാഷ് അവൻ്റെ വീട്ടിൽ തന്നെ പോയിട്ട് താമസിച്ചിട്ട് ആ ഫോട്ടോസ് FBയിൽ ഇവൻ തന്നെ എടുത്തിടുകയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ വീണ്ടും അവന് പൂർവികാതി ശക്തിയോടുകൂടെ വന്ന്, അപ്പം മാഷിക്ക് ഒരിക്കലും ഇത്, കാരണം മാഷിൻ്റെ മകൻ അവൻ്റെ ട്രാപ്പിലാണ്. ഇവരെങ്ങനെയാണോ ഇപ്പോൾ റത്തീൻ എങ്ങനെയാണോ ട്രാപ്പ് ചെയ്യപ്പെട്ടത്, അതേപോലെ മാഷിൻ്റെ മകൻ ട്രാപ്പാണ്. അപ്പോൾ ഇയാൾ അഴിമതിക്കാരനാണോ ഈ മകൻ, ഗോവിന്ദ മാഷിൻ്റെ മകൻ? അതിന് എക്സാമ്പിളല്ലേ മറ്റേ പ്രശ്നം, മുതലാളിയോട് കാശ് വാങ്ങിച്ചത്. അത് മാത്രമല്ല, അവനിപ്പം മറ്റേ കേസിൽ ഇതിൽ വന്നിരിക്കുകയാണല്ലോ, CBIയുടെ മറ്റേ ഷുക്കൂർ വധത്തിൽ അതിലും പെട്ടിരിക്കുകയാണല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ കഥയിൽ ഇനി നമുക്ക് പോകേണ്ടത്, ആ കഥയിൽ നിങ്ങൾ ചെന്നൈയിലെ കമ്പനിക്ക് പിന്നെ എന്ത് സംഭവിച്ചു? അത് പൂട്ടി. അപ്പോൾ അതിൻ്റെ അകത്ത് എൻ്റെ വിശ്വസിച്ച് എൻ്റെ കൂടെ വന്ന കുറച്ച് ടീമുകൾ, ഞാൻ റിക്രൂട്ട് ചെയ്ത കുറച്ച് ടീമുകളുണ്ടായിരുന്നു, മനസ്സിലായില്ലേ? അവരെ ഞാൻ എന്ത് ചെയ്തു, അവർക്ക് എന്നെ വിശ്വസിച്ച് നിൽക്കുന്നവർ, അവർ നമ്മളെ ഈ ഫാമിലി പ്രശ്നവും കാര്യങ്ങളൊന്നും അവരോട് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ഉടനെ തന്നെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തു എൻ്റെ പേരിൽ. എനിക്ക് അതുവരെ പെൻഡ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ട്രേഡിംഗ് കമ്പനിയേ ഉള്ളൂ, ഇമ്പോർട്ട് എക്സ്പോർട്ട് ട്രേഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. പെൻഡ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു കമ്പനി ഞാൻ ഈ ഫെസിലിറ്റി ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സൊക്കെ ഞാൻ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത്. കാരണം അതില്ലല്ലോ. അപ്പോൾ അത്യാവശ്യം ഒരു ഓൾമോസ്റ്റ് ഒരു 200+ എംപ്ലോയീസ് ആയിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ ഡെവലപ്പായി പോയിക്കൊണ്ടിരിക്കും. ഇവൻ്റെ കമ്പനിക്കെതിരെയുള്ള അന്വേഷണം എന്തുകൊണ്ട് പിന്നെ കേന്ദ്രം, നിങ്ങൾ EDക്ക് പരാതി കൊടുക്കുന്ന ഇടയ്ക്ക് എന്തായിരുന്നു? EDക്ക് പരാതി കൊടുത്തിട്ടും അതില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഹൈക്കോടതിയിൽ റിട്ട് കൊടുത്തിരിക്കുന്നത്. ഹൈക്കോടതി എന്ത് പറഞ്ഞ് റിട്ട് കൊടുത്തു? റിട്ട് കൊടുത്തത് ഈ കേരളത്തിൽ കൊടുത്തിരിക്കുന്ന 2 പോലീസ് സ്റ്റേഷനിലെ കംപ്ലയിൻറ്റ് FIR ആയിട്ടില്ല. അതിൻ്റെ മുകളിൽ ഞാൻ DGPക്ക് ഒരു പരാതി കൊടുത്തിരുന്നു, ഇൻകം ടാക്സിന് ഇവൻ്റെ ട്രാൻസാക്ഷനെ പറ്റിയിട്ട്. കാരണം ഇവൻ NRI സ്റ്റാറ്റസ് ക്ലെയിം ചെയ്യുന്നുണ്ട്, കൂടുതൽ കാലവും ഇവൻ ഇന്ത്യയിലാണ്. അല്ല, അത് കാര്യമില്ല. 106 മാസത്തിൽ കൂടുതൽ അവിടെ ഉണ്ടായാൽ മതി. അതന്നെ, അത് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ വർഷം 21 ഇവൻ്റെ സാമ്പത്തിക ഇടപാടുകൾ നിങ്ങൾ പറഞ്ഞു ഒരുപാട് സാമ്പത്തിക ട്രാൻസാക്ഷൻ ഉണ്ട്. അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഒന്നും അന്വേഷിക്കുന്നില്ല. ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഞാൻ കൊടുത്ത കംപ്ലയിൻറ്റിൻ്റെ അക്നോളജ്മെൻറ്റ് കോപ്പി എൻ്റെ അടുത്തുണ്ട്. കോടതി എന്നാ പറഞ്ഞു? ഹൈക്കോടതി ഇൻ്ററിം ഓർഡർ പാസ് ചെയ്തു. എന്ത് പറഞ്ഞു? എല്ലാവരുടെ അടുത്തും റിപ്പോർട്ട് ആവശ്യപ്പെട്ടും കൊണ്ട്. അതിനുശേഷം അത് ബെഞ്ചിൽ വന്നിട്ടില്ല. അതിനിപ്പോൾ ബെഞ്ചിൽ വന്നു കഴിഞ്ഞാൽ ഇവരാരൊക്കെ എന്തൊക്കെ റിപ്പോർട്ടാണ് കൊടുക്കുന്നത്. ഇവൻ്റെ സാമ്പത്തിക ഇടപാട്, ഒന്നാമത് നിയമവിരുദ്ധമായി സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടോ നിങ്ങൾ പറയുന്നത്? അതെ. അതിനൊരു തെളിവുണ്ടോ? തെളിവുണ്ടല്ലോ, 100%. അതായത് 2016 ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന മുമ്പ് ഒന്നുമല്ലാത്ത ഇവൻ, എവിടെയും കേൾക്കുകയും ഒരു ജോലിയും ഒരു ഇതും ഇല്ലാത്ത ഒരാൾ ഇത്രയും സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റും ഇങ്ങനെ ലാവിഷ് ലൈഫ് ഇത്രയും ദിവസങ്ങൾ, ഇപ്പം ഒന്നുമില്ല, ഇപ്പം ഹോളിഡേ ഇൻ ഹോട്ടൽ അല്ലെങ്കിൽ ക്രൗൺ പ്ലാസ ഹോട്ടൽ ട്രിവാൻഡ്രത്ത് ഇവിടെ വരികയാണെങ്കിൽ മറ്റേ
ഇതാണ് ആ സെക്രട്ടേറിയറ്റിൻ്റെ അടുത്തുള്ള നമ്മൾ 5 സ്റ്റാർ ഇല്ലേ, മുത്തൂരിൻ്റെയോ? നമ്മുടെ ഹിൽട്ടൺ. ഹിൽട്ടനാണ് ഇവിടെ. ഓക്കെ. ഇവിടെ ഹിൽട്ടനാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ദിവസങ്ങളോളാണ്, ആഴ്ചകളോളാണ് താമസിക്കുന്നത്. 12,000 13,000 റൂമിൻ്റെ ഇതെല്ലാം എവിടുന്ന കാശ്? വൈഫിൻ്റെ സാമ്പത്തിക ഇതെന്താണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. ഇന്ത്യയിലെന്തോ പക്ഷേ എന്തുകൊണ്ട് ഇവൻ്റെ സാമ്പത്തിക ഇടപാടൊന്നും ആരും അന്വേഷിക്കുന്നില്ല? അന്വേഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ഇവനെ ഇടുന്ന കാശ് സിനിമാ മേഖലകളിലോ അവിടെയും ഇവിടെയും, പിന്നെ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇവനിക്ക് സെറ്റിൽമെൻറ്റിൽ കൂടെ പണം കിട്ടുന്നുണ്ട്. ആ സെറ്റിൽമെൻറ്റിൽ കൂടെയുള്ള പല ഡീലുകൾ നടത്തിക്കൊടുത്ത് കിട്ടുന്ന കാശുകൾ ഇവൻ അവിടെ വരുത്തിച്ചിട്ട് അവിടെ നിന്ന് റിവേഴ്സ് അടിക്കുകയാണ്. എല്ലാം അവിടെയാണ് അവാല മുഖേന. പക്ഷേ CPM നേതാക്കളുടെ സാമ്പത്തിക ഇടപാടിനൊക്കെ ഇവൻ ചുക്കാൻ പിടിക്കുന്നുണ്ടായിരിക്കാം. ഉണ്ട്. അല്ല അതാണല്ലോ അതിന് പിണറായിയായിട്ടൊക്കെ ഇവന് ബന്ധം ഉണ്ടാവുമല്ലോ. അല്ല, ഇവൻ കണ്ണൂരിൽ നിന്ന് പാർട്ടി കോൺഗ്രസിൻ്റെ പന്തലിൽ വെച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഞാനത് പറയാൻ വിട്ടുപോയി. നീ പാർട്ടിയിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടും കാര്യമില്ല, ഒരാളും എനിക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരൊക്കെ ആരാണ്, എന്താണ്, എങ്ങനത്തെ ആൾക്കാരാണെന്നുള്ള എല്ലാ സംഗതി എൻ്റെ കയ്യിലുണ്ട്. അങ്ങനത്തെ സ്ഥലത്ത് കംപ്ലയിൻറ്റ് കൊണ്ടുപോയി കൊടുത്തിട്ട് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചു. ഓക്കെ, അത് പ്രതീക്ഷിച്ചിട്ട് പിന്നെ കോടിയേരനെ കൊണ്ട് ചിലപ്പം അത് ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് അങ്ങോട്ട് അത് ഉണ്ടായിട്ടില്ല. പിന്നീട് അങ്ങോട്ടുണ്ടല്ലോ, പിന്നെ നമ്മൾ കംപ്ലീറ്റ് അങ്ങോട്ട് തെറ്റി എല്ലായി, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ദ്രോഹവും കാര്യങ്ങളൊക്കെയാണല്ലോ. അതായത് അങ്ങോട്ട് ഞാനൊന്നും ദ്രോഹിച്ചതായിട്ട് അവർക്കൊന്നും പറയാൻ കഴിയില്ല. കാരണം ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാ കേസും കാര്യങ്ങളെല്ലാം അവരെ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഞാൻ കുട്ടികൾ അടക്കം താമസിക്കുന്ന ഹോട്ടലിലടക്കം പോലീസിനെ അയച്ചതൊക്കെ അവരാണ്, ഒരാവശ്യമില്ലാതെ. അതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് കേസുകളുടെ കളിയായിരുന്നു. ആ കേസ്, ഈ കേസ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാത്തിനും ഞാൻ നോട്ടീസ് വന്ന അഡ്വക്കേറ്റിന് കൊടുക്കും, അവർ പോയി അറ്റൻഡ് ചെയ്യും, അത്ര തന്നെ. ഞാൻ തന്നെ എൻ്റെ പിന്നെ ഡൊമസ്റ്റിക് വയലൻസ് കേസിൻ്റെ അടുത്ത് ജഡ്ജിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, സാറേ ഞാൻ ചെന്നൈയിൽ നിന്ന് കൊച്ചിയിൽ ഇതിനായിട്ട് വരികയാണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ റൂം എടുത്ത് താമസിക്കണം, അതിന് ചിലവാണ്, ഓരോ ട്രിപ്പിനും എനിക്ക് 10-12,000 രൂപ ചിലവാകുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ പുള്ളി പറഞ്ഞു, ഓക്കെ എന്നാൽ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ എവിഡൻസ് ഒക്കെ നടക്കുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ പോകാറില്ല, എല്ലാ അഡ്വക്കേറ്റ് തന്നെയാണ് ചെയ്യുന്നത്. അതിനിടയിൽ വേറൊരു സംഗതി നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആൾ എൻ്റെ ഇൻലോസ്, ഈ വിഷയത്തിൽ ഇൻലോസ് എൻ്റെ അടുത്ത് അടുക്കുന്നുണ്ട് എന്ന് അവന് മനസ്സിലായി. ഇൻലോസ്, അതായത് എൻ്റെ വൈഫിൻ്റെ പാരൻസുകൾ എൻ്റെ അടുത്ത് ഫോൺ വിളിക്കുകയും സംസാരിക്കാനൊക്കെ തുടങ്ങിയപ്പം അവന് കാര്യങ്ങൾ മനസ്സിലായിട്ട് ഇവരുടെ അടുത്തുനിന്ന് അവരെ നമ്പർ വാങ്ങിച്ചിട്ട്, റത്തീനാൻ്റെ അടുത്തുനിന്ന് അവരുടെ നമ്പർ വാങ്ങിച്ചിട്ട് അവരെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി, അവൻ്റെ കമ്പനിയിൽ നിങ്ങളെ പ്രോപ്പർട്ടിയൊക്കെ കിടക്കുകയാണ്, ബാങ്കിലൊക്കെ ലോണൊക്കെ ആയിട്ട് ഇതൊക്കെ മൊത്തം പ്രശ്നമാവും, അതുകൊണ്ട് ഞങ്ങളൊക്കെ പറയുന്ന പോലെ നിന്നോളൂ, അല്ല നിങ്ങളെ പ്രോപ്പർട്ടി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവരാ സംസാരം അവിടെ ബ്രേക്ക് ചെയ്യിപ്പിച്ച്. പിന്നെ അവരെ ഒരു കമാന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിചാരം ഞാൻ ഈ കമ്പനിയിൽ അവരെ ഗ്യാരണ്ടി ആയിട്ട് തന്നിരിക്കുന്ന പ്രോപ്പർട്ടിയൊക്കെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ളതായിരുന്നു. പ്രായമുള്ള ആൾക്കാരാണല്ലോ, അവർക്ക് അത്രമാത്രം അറിവില്ലല്ലോ എന്താണെന്നുള്ള, അവർക്ക് അതിനെപ്പറ്റി അറിയില്ല, ലീഗൽ വശങ്ങളൊന്നും അറിയില്ല. അതൊരു ബാങ്കിൽ ഗ്യാരണ്ടി ആയിട്ട് കൊടുത്ത പ്രോപ്പർട്ടിയാണ്, അതൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ അതൊക്കെ പഠിച്ചപ്പോൾ അവർ പിന്നെ ടെലിഫോൺ സംഭാഷണവും കാര്യങ്ങളൊക്കെ അവർ കട്ട് ചെയ്തു. ഓക്കെ, പിന്നെ അതിനിടയിൽ വേറൊരു സംഭവം ഉണ്ടായത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാഹിയിൽ എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത് പിന്നെ എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം പറയുകയാണ്, പിന്നെ അവിടുത്തെ CPM, മാഹിയിൽ ഞാൻ CPM ആയിട്ട് എത്രത്തോളം ബന്ധമുണ്ട് എന്നുള്ളത് ഞാൻ ആദ്യകാലത്തെ പാർട്ടി പ്രവർത്തനമാണെന്ന് നാട്ടിലെല്ലാവർക്കും അറിയാം. 90s നമ്മൾ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചിട്ട് DYFIയുടെ മേഖല ജോയിൻറ്റ് സെക്രട്ടറി വരെ ആയ ആളാണ്. ഓക്കെ, അന്ന് 90s ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അന്നത്തെ വളരെ തുച്ഛമായ മുസ്ലിങ്ങളായിരുന്നു പാർട്ടിയിൽ ഉണ്ടായിരുന്നത്, വളരെ വിരലിലെണ്ണാൻ പറ്റുന്ന അതിലൊരാളാണ് ഞാൻ. പിന്നെ അതൊക്കെ നമ്മൾ ജോലിയുടെ ആവശ്യത്തിന് അതൊക്കെ മതിയാക്കി നമ്മൾ പോയി. അപ്പോൾ അങ്ങനെയുള്ള അവിടെ എന്നെപ്പറ്റി എല്ലാവർക്കും അവിടെ അറിയാം. അവിടെയുള്ള ഒരു ടീമിൻ്റെ അടുത്ത്, അതായത് പാർട്ടിയുടെ ഈ ലോക്കലായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത്, ഞാൻ നാട്ടിൽ വരുമ്പം എന്നെ ആക്രമിക്കണമെന്നും അല്ലെങ്കിൽ എന്നെ ഭീഷണിപ്പെടുത്തണമെന്നും, എന്നിട്ട് നീ ഇനി മുതൽ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നിനക്ക് ബുദ്ധിമുട്ടാണ് എന്നല്ല, നാട്ടിൽ നിനക്ക് സുഖമായിട്ട് നടക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഒരു ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവൻ എങ്ങനെയോ കണ്ണൂരിലുള്ള CPM ആൾക്കാരെ, ഈ പി ശശിൻ്റെയൊക്കെ ആൾക്കാരെയൊക്കെ വെച്ചിട്ട് ബന്ധപ്പെട്ടു. പക്ഷേ അവർ നല്ല മറുപടി കൊടുത്തു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷെർഷാദ് ആരാണെന്നുള്ളത് നിങ്ങളാരും പറയേണ്ട ആവശ്യമില്ല, നമ്മളെല്ലാം ഒരേ പാർട്ടി തന്നെ, പക്ഷേ അവനെപ്പറ്റി നിങ്ങൾ പറയും, അവൻ്റെ കഥകളെല്ലാം നമുക്കറിയാം, അവന് ഇവിടെ ആരാണ്, എങ്ങനെ വന്ന ആളാണ്, നിങ്ങൾ ആരും പറയേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഇനി മേലാൽ ഈ കാര്യം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞിട്ട്, അതായത് എന്നെ അവിടുന്ന് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഒരു ഭീഷണിപ്പെടുത്തി എന്നെ പേടിപ്പിച്ച് നിർത്തുക എന്നുള്ള, അതായത് പാർട്ടി നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ആ ഭാഗത്തൊക്കെ നമ്മൾ CPMന് ഭൂരിപക്ഷമുള്ള പ്രദേശമാണ്. അപ്പോൾ നാട്ടിലൊക്കെ വരുമ്പോൾ വീട്ടിലൊക്കെ ഭീഷണിപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് അവൻ ചെയ്തത്. പക്ഷെ അത് ഫലിച്ചില്ല. നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ അവരായിട്ട് ഞാൻ നല്ല ബന്ധമാണ്, എനിക്ക് ലോക്കലി ഞാൻ നല്ല കണക്റ്റഡുമാണ്. അതുകൊണ്ട് അത് അത്ര പോലും ചെയ്തിനി രാജേഷ് കൃഷ്ണ. പക്ഷേ അത് ഏശിയില്ല അതിൻ്റെ ശേഷം. പിന്നെ ഇപ്പോൾ അവസാനമായിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ജൂലൈയിൽ എറണാകുളം കുടുംബ കോടതി ഒരു ഓർഡർ പാസ് ചെയ്യുന്നു, ഒരു 1 സൈഡ് ഓർഡർ.
ഇവരൊരു പെറ്റീഷൻ ഇടുന്നു. ആ പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നോട്ടീസോ കാര്യങ്ങളൊന്നും വന്നതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ ജഡ്ജ്മെൻറ്റിൻ്റെ അകത്ത് പറയുന്നത് എനിക്ക് നോട്ടീസ് അയച്ചിട്ട് റിട്ടേൺ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. റിട്ടേൺ ആവാൻ ഒരു വഴിയുമില്ല. കാരണം എൻ്റെ ഓഫീസ് അഡ്രസ്സ്, ഞാൻ മദ്രാസിൽ എവിടെയാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെവിടെയാണ്, മാഹിയിൽ എവിടെയാണ് വീട്, എല്ലാ അഡ്രസ്സും എല്ലാവർക്കും അറിയാം. അല്ലാതെ ഒരു റോങ് അഡ്രസ്സിൽ കൊടുക്കില്ലല്ലോ ആരും. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് വന്നിട്ട് അതായത് ഞാൻ ഇനി മുതൽ ആ ജൂലൈയിൽ, അതായത് കഴിഞ്ഞ വെക്കേഷനിലാണ് ഞാൻ കുട്ടികളെയൊക്കെ ആയിട്ട് ടൂർ പോയതും കാര്യങ്ങളൊക്കെ ചെയ്തത്. അതിൻ്റെ ശേഷം ഇവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളെ കസ്റ്റഡി കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് അവർക്ക് മനസ്സിൽ പ്രയാസമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാനും പിള്ളേരും തനിച്ച് ടൂർ പോകുന്നത്. അതിൻ്റെ മുമ്പ് 19 പോയതാണ്. പിന്നെ കോവിഡ് ആരും എവിടെയും പോയിട്ടൊന്നുമില്ല. വർഷം ഞങ്ങൾ എവിടെയൊക്കെ പോകും. ആ 19 പോയതിൻ്റെ ശേഷം പിന്നെ പോകുന്നത് ഈ 23-ലാണ് 23-ൽ അവളില്ല. അവരില്ലാത്തപ്പോൾ അത് മനസ്സിന് പ്രയാസം ഉണ്ടാക്കി. അപ്പോൾ ഇനി എൻ്റെ കൂടെ കുട്ടികൾ ഇനി എൻ്റെ കൂടെ വരാൻ പാടില്ല, കുട്ടികളെ ഞാൻ കൂട്ടി നടന്നു. ഞാനാകുമ്പോൾ അത് എൻ്റെ കസിൻസൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ മാത്രമല്ല, എൻ്റെ ചെന്നൈയിലുള്ള കസിൻസ് അവരൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. ഞങ്ങളൊരു കാശ്മീർ ട്രിപ്പ് അങ്ങനെയൊക്കെ പോയി കറങ്ങി നല്ല ഇതിൽ വന്നു. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ അവരൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇവർ കാണുമല്ലോ. അപ്പോൾ ഇവർക്കത് മനസ്സിൻ്റെ ഉള്ളിൽ ആ പ്രയാസം കൊണ്ട് എങ്ങനെയാണ് കോടതി ഇൻഫ്ലുവൻസ്ഡ് ആയോ, എന്താ നടന്നതെന്ന് എനിക്കറിയില്ല. സത്യത്തിൽ ദൈവത്തിനെ അറിയുള്ളൂ. അതല്ലെങ്കിൽ ആ ജഡ്ജും ദൈവത്തിനും മാത്രം അറിയുന്ന ഒരു കഥയാണ്. ഒരു കേസ് ഫയൽ ചെയ്യുന്നു, ആ കേസ് ഫയൽ ചെയ്ത് വിത്തിൻ 10-15 ഡേയ്സിൽ ഒരു ഓർഡർ കിട്ടുന്നു, കസ്റ്റഡി അവർക്ക് വിട്ടുകൊടുക്കുന്നു. അവരായിട്ട് കുട്ടികളായിട്ട് യാതൊരു സമ്പർക്കമോ കാര്യങ്ങളോ ഒന്നും പാടില്ല. അവർ പഠിക്കുന്ന കോളേജിൽ സ്കൂളിൻ്റെ ഏരിയയിൽ പോകാൻ പാടില്ല, അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഓർഡർ. അത് ഞാൻ വാങ്ങിച്ച് ഞാൻ അഡ്വക്കേറ്റിന് അയച്ചു കൊടുത്തു. അതിപ്പം ഹൈക്കോടതിയിൽ അതിന് അപ്പീൽ പോയിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ ബെഞ്ചില്ലാത്തതുകൊണ്ട് അവിടെ കിടക്കുന്നുണ്ട്. ഇപ്പം ഈ ആഴ്ച എന്തോ ആവുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പീൽ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 2 ഗ്യാരണ്ടി ചെക്ക് വാങ്ങിയെന്ന് പറഞ്ഞില്ല എൻ്റെ അടുത്ത്. ഇപ്പോൾ ഈ അടുത്ത് ഒരു പുതിയൊരു ഗെയിം കളിച്ചിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ, ഈ ഗ്യാരണ്ടി ചെക്ക് വെച്ചിട്ട് പി ശശിനെ കൊണ്ട് എനിക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്യിപ്പിച്ചിനി. ഞാൻ ഈ കാശ് കൊടുക്കാനുള്ളത് പോലെ, പക്ഷെ കാശ് തന്നതിനല്ല ഞാൻ കൊടുക്കാനുള്ളൂ, തന്നതിന് പ്രൂഫ് തരണമല്ലോ, അക്കൗണ്ടിലല്ലേ കാശ് തരിക. അങ്ങനെ ഒരു കാശ് അക്കൗണ്ടിൽ വന്നിട്ടില്ല, കമ്പനി അക്കൗണ്ടിലോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പേഴ്സണൽ അക്കൗണ്ടിലോ ഒന്നും വന്നിട്ടില്ല. എന്നെ എങ്ങനെയൊക്കെ ട്രാപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്, ഇപ്പം ഞാൻ നേരത്തെ മാഹിയിലെ CPM ആൾക്കാരെ ബന്ധപ്പെട്ടതുപോലെ തന്നെ ഈ ചെക്ക് വെച്ചിട്ട് എന്നെ ചെക്ക് കേസിൽ പെടുത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പെറ്റീഷൻ പി ശശിൻ്റെ ഓഫീസ്, പി ശശി അഡ്വക്കേറ്റാണല്ലോ, പുള്ളിക്ക് തലശ്ശേരിയിലൊരു ഓഫീസുണ്ട്. ആ ഓഫീസ് വെച്ചിട്ട് തലശ്ശേരിയിൽ, അതിൻ്റെ ഉദ്ദേശം തന്നെ എന്താ, ഞാൻ 20 വർഷത്തിൻ്റെ മുകളിലായിട്ട് ചെന്നൈയിൽ താമസിക്കുന്ന ഞാൻ തലശ്ശേരി ജില്ലാ കോടതിയിൽ കൊണ്ടുപോയിട്ട് പി ശശിൻ്റെ ഓഫീസിലുള്ള ആൾക്കാരെ വെച്ചിട്ട് ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ഈ ചെക്കിൻ്റെ അടിസ്ഥാനത്തിൽ. ഞാൻ എന്നിട്ട് എൻ്റെ വക്കീലിനെ അവിടെ കൊടുത്തിട്ട് അതിന് മറുപടി കൊടുത്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിഡൻസ് തട്ട കാശ് തന്നെന്നുള്ളത്, കാശ് തന്നു കഴിഞ്ഞാൽ അതിനുള്ള കമ്മീഷനായിട്ട് വാങ്ങിയ ചെക്കാണത്. ഇൻവെസ്റ്റ്മെൻറ്റ് വരികയാണെങ്കിൽ അതിനുള്ള കമ്മീഷൻ. ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്, അതിന് പ്രൂഫ് തരണം. അതിനുശേഷം പിന്നെ ആ കേസ് ഹിയറിങ്ങിന് വിളിച്ചിട്ടില്ല, അവിടെ കിടക്കാൻ. അത് മുക്കിയോ എന്തായോ എന്നൊന്നും അറിയില്ല. അതിൻ്റെ നോട്ടീസും കാര്യങ്ങളെല്ലാം എൻ്റെ അടുത്തുണ്ട്. ഇപ്പോൾ വേറെ ചുരുക്കത്തിൽ പറയാനുള്ളത്, ഈ രാജേഷ് കൃഷ്ണനെ പോലെയുള്ള ആൾക്കാർ, പിന്നെ CPM പോലത്തെ ഒരു പാർട്ടിൻ്റെ തണലിൽ ഇങ്ങനെ വളരുന്നതിൽ വളരെ വളരെ പ്രയാസമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഇവരെയൊക്കെ എന്തിൻ്റെ ആവശ്യത്തിനാണ് പാർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? അതും പാർട്ടി സെക്രട്ടറിനെ പോലത്തെ ആൾക്കാർ. സെക്രട്ടറിനെ മകൻ്റെ വിഷയം ഉദ്ദേശിച്ചിട്ടാണോ എന്താണോ എന്നറിയില്ല. സെക്രട്ടറിനെ പോലെയുള്ള ആൾക്കാർ എന്താവശ്യത്തിനാണ് ഇവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? ഇവനെ കൊണ്ട് എന്താണ് പാർട്ടിക്ക് ഗുണമുള്ളത്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്കിപ്പോൾ അന്വേഷിച്ചിട്ട് ഇപ്പോൾ ഇതുവരെ പിടുത്തം കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫാമിലി മാത്രമല്ല, എന്നെപ്പോലെ വേറെ 2 ഫാമിലി ഇവൻ കാരണം പ്രശ്നമായിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അതൊക്കെ എൻ്റെ പുസ്തകത്തിൽ വരും. എന്നാൽ ഞാൻ ആ ഡാറ്റാ ശേഖരണമൊക്കെ എൻ്റേതായ ആൾക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ കേസുകളൊക്കെ ഇവൻ്റെ പേരിലുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഈ പുസ്തകത്തിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ടുണ്ടാവും. പുസ്തകം ഞാൻ ഒറ്റയ്ക്ക് എഴുതുന്നതല്ല. എനിക്ക് എൻ്റെ ഒരു പഴയ ക്ലാസ്മേറ്റ് ഉണ്ട് നാട്ടിലുള്ള, പുള്ളിയാണ് എനിക്ക് സഹായിക്കുന്നത്. ഞാൻ ഇൻപുട്സ് കൊടുത്തിട്ട് പുള്ളി വളരെ നീറ്റായിട്ട് അത് ഒരു 2-3 മാസം കൊണ്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തുടങ്ങി സംഗതി. ഓക്കെ, അപ്പോൾ ഇത്രമാത്രം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ ഇതൊക്കെ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്ത തെറ്റ്, കല്യാണം കഴിച്ചിട്ട് ഇവരൊരു ഹൗസ് വൈഫാക്കി നിർത്തി നല്ല രീതിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, അവരെ കഴിവും കാര്യങ്ങളൊന്നും കണ്ടില്ല എന്ന് നടിച്ച്, സാധാരണ നമ്മളെ സമുദായത്തിലെല്ലാവരും ചെയ്യുന്ന അതാണ്. കല്യാണം കഴിഞ്ഞാൽ അതാണ് വീട്ടിൽ, അത്രയേ ഉള്ളൂ. അതിലിപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം ഞാൻ നേരിടുന്നത്,
ഈ സിനിമാ മേഖലയിൽ ഇവൾ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇവർ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 10-15 വർഷമായി. അന്ന് മുതലേ എൻ്റെ ഫാമിലിയിൽ എല്ലാ ഫാമിലിയിലും മുസ്ലിം ഫാമിലികളിൽ പിന്നെ എക്സ്ട്രീമിസ്റ്റുകളും ഉണ്ടാവും, സോഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും. ഓക്കെ, ഈ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ എന്നെ ഭയങ്കരമായിട്ട് അന്ന് ഇതിനെതിരായിരുന്നു, ഏത് ഈ സിനിമയിൽ പോകുന്നതിനനുസരിച്ച്. കാരണം നമ്മളെ സമുദായത്തിൽ പറ്റുന്ന ഒരു സംഗതിയല്ല അത്. പക്ഷേ അത് ഇന്നത്തെ കാലത്ത് അതൊക്കെ മാറിപ്പോയി. അതൊക്കെ പണ്ട്. ഇന്ന് ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ എല്ലാം മാറി വരുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ അവരുടെ കഴിവ് മാത്രമേ നോക്കിയുള്ളൂ. ഞാൻ സമുദായം എന്താ പറയുന്നതല്ല, അവർക്ക് എന്താ പറയുന്നത്, ഇവരെന്താ പറയുന്നതെന്നും കുടുംബക്കാരെന്താ പറയുന്നതെന്നും ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ നോക്കി അവളുടെ കഴിവ്, അവൾ വളരട്ടെ, കഴിവുള്ള ആളെ നമ്മൾ പിടിച്ചിരുത്തരുത്, സപ്പോർട്ട് ചെയ്യണം, വളരണം എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുത്തു. അത് ഇത് ചെയ്തു. ഇപ്പോൾ ഈ എക്സ്ട്രീമിസ്റ്റ് അന്ന് പ്രശ്നമാക്കിയ ആൾക്കാരൊക്കെ ഇപ്പം എൻ്റെ തലൻ്റെ മുകളിലാണ്. എനിക്ക് നാട്ടിൽ ഒരു 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 കല്യാണത്തിൽ പോലും പങ്കെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എനിക്ക്. ഒരു ഫംഗ്ഷനിൽ, ഒരു ഫാമിലി ഫംഗ്ഷനിലല്ല, ഒരു കല്യാണത്തിൽ ഒന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും വന്നിട്ട് ഇതാക്കുകയാണ്. അതായത് ഇപ്പോൾ ഇതിൽ എന്താ പറയുക, ശവത്തി കുത്തുക എന്ന് പറയുന്നില്ലേ, ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ, എന്തായി കേട്ടോ, നീ ധിക്കരിച്ചില്ലേ, നീ പടച്ചവനെ ധിക്കരിച്ചിട്ടല്ലേ ഇതിലേക്ക് വിട്ടത്, പിന്നെ ഇപ്പം എന്തായി നിനക്ക്, അതാണ് നമ്മളൊക്കെ പറയുന്നത്, നീ അനുസരിക്കണം. ഇതിനൊക്കെ കാരണക്കാരനാരാ? ഈ രാജേഷ് കൃഷ്ണ. സത്യം പറയുക, നിങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ റിലേറ്റീവ്, ഞാൻ ഒരു ഫംഗ്ഷനും പോകാറില്ല നാട്ടിൽ. ചെന്നൈയിലൊക്കെ ഉള്ള അവരുടെ ബന്ധുക്കാരെല്ലാം പോകും. അവരൊന്നും പിന്നെ അവർക്കൊക്കെ കഥകൾ അറിയുന്നത് കൊണ്ട് ഈ കഥകൾ ഞാൻ പറഞ്ഞ പോലെ വളരെ കുറച്ച് ആൾക്കാർക്ക് ഫാമിലിയിൽ ഈ ഫുൾ കഥ അറിയുള്ളൂ. അതുകൊണ്ട് അവരൊന്നും പറയില്ല. പക്ഷേ നാട്ടിലൊരു ഇറങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ വല്ലാത്ത അവസ്ഥയാണ്. കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ട് എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ പറയുന്നത്, എൻ്റെ ബുദ്ധിമുട്ട് ഒരാളെ ഫേസ് എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മളെ സമുദായം അങ്ങനത്തതാണ്. ഞാൻ സമുദായത്തിന് എന്തോ എഗെയിൻസ്റ്റ് ചെയ്തിട്ട് ഭാര്യേനെ സിനിമയിലേക്ക് വിട്ട് അവൾ വേറെ ഒരാളൊപ്പം പോയി എന്നുള്ള രീതിയിലാണ്, നിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് അവർ പോയത് എന്നുള്ള രീതിയിലാണ് എൻ്റെ കുടുംബക്കാരും ബന്ധുക്കളും അതായത് മുസ്ലിം ആൾക്കാരായ അവർ എന്നെ കുറ്റപ്പെടുത്തുന്നത്. ഇതിനെനിക്കൊന്നും പറയാനില്ല. കാരണം എന്ന് വെച്ചാൽ അവർ ആദ്യം എന്നെ വാൺ ചെയ്തിരുന്നു, ഞാനത് കേട്ടില്ല. ഞാൻ അത്രയും ഇവരെ ട്രസ്റ്റ് ചെയ്ത് വിശ്വസിച്ച് ഞാൻ അവരുടെ വാക്കന്ന് എടുത്തിട്ട് ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ ഇന്ന് എനിക്കത് സംഭവം വരില്ലായിരുന്നു. സത്യമാണ്. ഞാൻ ഇവരെ കണ്ണടച്ച് വിശ്വസിക്കുകയാണ് ചെയ്തത്. മമ്മൂക്കാക്ക് ഇതിനകത്ത് വളരെ വ്യക്തിപരമായിട്ട് എന്തൊക്കെയോ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്നുള്ളത് ചില വ്യക്തമായ എവിഡൻസുകൾ കിട്ടിയിട്ടുണ്ട്. കാരണം മമ്മൂട്ടിനെ പോലെയുള്ള ഒരാൾ ഇന്ന് കേരളത്തിലല്ല, ഇന്ത്യയല്ല, ലോകത്തറിയപ്പെടുന്ന ഇന്ത്യക്കാരുടെ മുമ്പിൽ ഒരു മഹാനടനാണ്. അയാളുടെ പ്രൊഫൈലും കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അയാൾ എത്ര വർഷം മുമ്പ് പുള്ളിയുടെ സിനിമ ഞാൻ കാണാൻ തുടങ്ങി എന്നുള്ള അത്രയും ബഹുമാനിച്ചിട്ടാണ്. പുള്ളിയുടെ ഒരു പ്രൊജക്റ്റ് കാരണമാണ് ഞാൻ കുടുംബത്തിനെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് വരെ ചെയ്തു കൊടുത്തത്. ഞാൻ മുമ്പ് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് കുറേ കാര്യങ്ങൾ, ഈ രാജേഷ് എന്നെ കുറേ കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതായത് മമ്മൂട്ടീൻ്റെ അടുത്ത് നീ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മമ്മൂട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് എങ്ങനെയാണോ CPM നേതാക്കന്മാരെ പറ്റി പറയുന്നത്, CPM നേതാക്കളെ പറ്റി പറയുന്നത് പോലെ തന്നെ, അവനക്ക് വേണ്ടപ്പെട്ട CPM നേതാക്കന്മാരെ പറയുന്ന പോലെ തന്നെ മമ്മൂട്ടിനെ പറ്റിയും പറയുകയാണ്. മമ്മൂട്ടി നമുക്കെതിരെ ഒന്നും ചെയ്യില്ല, മമ്മൂട്ടിയുടെ പ്രോജക്റ്റ് എന്നെയും വരും, റത്തീന സംവിധാനം ചെയ്യും. റത്തീന സംവിധാനം ചെയ്തോട്ടെ, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സപ്പോർട്ട് ചെയ്ത് വളർത്തിക്കൊണ്ടെന്ന് അവരിനി എത്ര സിനിമ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ക്രെഡിറ്റ് വരുന്നത് എനിക്കാണ്. അത് ആർക്കും അത് മാറ്റി വെക്കാൻ പറ്റില്ല. കാരണം അത്രയും സപ്പോർട്ടും പൈസയും കാര്യങ്ങളും എല്ലാം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ ഫിനാൻഷ്യലി ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, വീട്ടിൽ അത്രയും ജോലിക്കാർ, അതെല്ലാം എന്നെ ചുറ്റിപ്പറ്റി വരുന്ന ആൾക്കാർക്ക് അറിയാം എത്രമാത്രം കാശ് ചിലവാക്കി, ഡ്രൈവർ, കാറ്, കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് ഈ ലെവലിലെത്തിയത്. അതുകൊണ്ട് അവരിനിയും സിനിമ ചെയ്യണോ, എത്ര സിനിമ ചെയ്യട്ടെ, ആ ചെയ്തിട്ട് അവർ വളർന്ന് എത്ര വലുതായാലും അതിൻ്റെ ക്രെഡിബിലിറ്റി, അതിൻ്റെ ക്രെഡിറ്റോ എന്തുണ്ടെങ്കിലോ അതിൻ്റെ ക്രെഡിറ്റ് എനിക്ക് തന്നെയാണ് വരിക. അതുകൊണ്ട് ഞാനത് തടസ്സം നിൽക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യൂല. പക്ഷേ മമ്മൂട്ടി എന്തിനാണ് ഇതിനകത്ത് നിശബ്ദത പാലിക്കുന്നത് എന്നുള്ളത്, കാരണം ഞാൻ പല രീതിയിൽ പുള്ളിനെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതുവരെ വളരെ ഇതായിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന ആൾ, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിൽ, നമ്മൾ ഫോണിൽ സംസാരിച്ചിട്ടില്ല ഇതുവരെ, വാട്സപ്പിൽ അല്ലെങ്കിൽ ലൊക്കേഷനിൽ പോകാറുണ്ട്, കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കാറുണ്ട്, വാട്സപ്പിൽ ഓരോ മെസ്സേജിനും റിപ്ലൈ ചെയ്യുന്ന ആൾ എന്തുകൊണ്ട് സൈലൻ്റായി? കാരണം പുള്ളിനെ പറ്റി ഇൻഡസ്ട്രിയിൽ പറയുന്നത് സിനിമാ മേഖലയിൽ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് ഭാഗവും വിളിച്ചിരുത്തി സംസാരിക്കുന്ന ആളാണ്. പക്ഷേ ഈ കേസിൽ ഇത്രയും എവിഡൻസും കാര്യങ്ങളും കൊടുത്തിട്ട് പോലും ഇന്ന് വരെയും ഒരു കാര്യങ്ങളും പുള്ളി എൻ്റെ അടുത്ത് ഒന്നും പറയാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ അത് രാജേഷ് ഇപ്പോൾ പറയുന്നത് മമ്മൂട്ടിക്ക് അത് ചെയ്യാൻ പറ്റില്ല, അത് വേറെ കുറേ പ്രശ്നങ്ങളുണ്ട്, നിനക്കത് അവൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേക്ക്, മമ്മൂട്ടിൻ്റെ അടുത്ത് പോയിട്ട് ഒരു കാര്യവുമില്ല, മമ്മൂട്ടിക്ക് അതിനകത്ത് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് എൻ്റെ അടുത്ത് ന്യൂസ് എത്തിക്കുന്ന ആൾ മുഖേന എനിക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് മമ്മൂക്ക പറയണം.
അപ്പോൾ അത് മമ്മൂട്ടിനെ പോലത്തെ ഒരാളുടെ അടുത്ത് നിന്ന് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു സംഗതിയാണ് പിന്നെ ഇപ്പോൾ കേൾക്കുന്നത്. അത് എന്താ അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് മമ്മൂക്ക തന്നെ പറയേണ്ടി വരും. കാരണം നമുക്കറിയില്ലല്ലോ അവർ തമ്മിലുള്ള എന്താ ബന്ധം എന്നുള്ളത്. അത് ഇനിയിപ്പോൾ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞാൻ അന്വേഷിച്ചിട്ട് അവരെ മമ്മൂട്ടിയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എത്ര വർഷമായിട്ടുള്ള ഇതൊക്കെയാണോ ആ മുതലുള്ള എല്ലാ റെക്കോർഡ്സും കാര്യങ്ങളെല്ലാം ഞാൻ ചെക്ക് ചെയ്യാനും കാര്യങ്ങളും നോക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഞാൻ എൻ്റെ ലൈഫിൽ നടന്ന ഈ എക്സ്പീരിയൻസ് ഞാനൊരു ബുക്കായിട്ട് എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഇൻ്റർവ്യൂവിനെക്കാട്ടിയും വളരെ വ്യക്തമായിട്ടുള്ളൊരു സംഗതിയായിരിക്കും. ആ ബുക്ക് എഴുതി കഴിയുമ്പോഴത്തേക്ക് ഈ മമ്മൂട്ടിൻ്റെ എന്താണ് ഈ മമ്മൂട്ടി ഇങ്ങനെ സൈലൻ്റ് ആവാൻ കാരണം, അല്ലെങ്കിൽ മമ്മൂട്ടിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എന്താണ് ഇതിനകത്ത്, എന്തുകൊണ്ടാണ് മമ്മൂട്ടി സൈലൻ്റ്, രണ്ട് ഭാഗം കേൾക്കാൻ തയ്യാറാവാത്തത്, അതും ഒരു സ്വന്തം സമുദായത്തിൽപ്പെട്ട ഒരു ഫാമിലി മമ്മൂട്ടിൻ്റെ സിനിമ പഠിക്കാൻ വേണ്ടി കൊച്ചിയിൽ വന്നു, എന്നിട്ട് ആ കുടുംബം തകരുന്നു, കുട്ടികളെ പോലും കാണാൻ പറ്റാത്ത പിന്നെ വാപ്പ ഒരു സൈഡിൽ, കുട്ടികൾക്ക് ഫോണിൽ പോലും വാപ്പാൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ അവരെ അടച്ചു വെച്ചിരിക്കുന്നു. ഇതിനൊക്കെ അദ്ദേഹം മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ ബുക്കിൽ എനിക്ക് കിട്ടുന്നതനുസരിച്ച്, കാരണം നമുക്ക് എവിഡൻസ് ഇല്ലാണ്ടൊന്നും പറയാൻ പറ്റില്ല. ഇതുവരെ ഒരു എവിഡൻസും കാര്യങ്ങളും ഇല്ല. പക്ഷേ ഞാൻ അതിൻ്റെ പണിയിലാണ്, അതൊക്കെ ഞാൻ ശേഖരിക്കുന്നുണ്ട്. അപ്പോൾ അതിലെന്താ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റത്തീനാൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ട്, ഒരു മലപ്പുറക്കാരത്തി, പിന്നെ അമേരിക്കയിലാണ് സെറ്റിലായിരിക്കുന്നത്. അവരും ഇതിനകത്ത് ഈ ഇഷ്യൂവിൻ്റെ അകത്ത് പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ അടുത്ത 1-2 ഇൻഫർമേഷൻ വന്നിട്ടുണ്ട് എനിക്ക്. ഓക്കെ, അപ്പോൾ അത് എല്ലാം കൂടെ അതിൻ്റേതായ ഡീറ്റെയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. അവർ കൂടെ പഠിച്ച ഒരു പെണ്ണാണ്, ഒരു കുട്ടിയാണ്. അവരിപ്പോൾ അമേരിക്ക സെറ്റിലായി വർഷങ്ങളായിട്ട് അമേരിക്കയിലാണ്. അവർ മമ്മൂക്കയായിട്ട് വെൽ കണക്റ്റഡ് ആണ്. അത് എല്ലാം കൂടെ എന്തൊക്കെയോ ഒരു സ്മെല്ല് വരുന്നുണ്ട്. അതെന്താണെന്നുള്ളത് കൂടുതൽ അന്വേഷണം കഴിഞ്ഞിട്ട് ഞാൻ എഴുതുന്ന ബുക്കിൽ അത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറയും. കാരണം ഞാൻ ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇതുവരെ ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൽ ഒരു സംഗതി ഇല്ലാത്തില്ല. ഞാനെല്ലാം വളരെ വ്യക്തമായ തെളിവോട് കൂടിയിട്ടാണ് എല്ലാം പറയുന്നത്. ഇനിയിപ്പോൾ അവരെന്ത് കേസോ കാര്യങ്ങളോ എന്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് അതിൽ യാതൊരു പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം എൻ്റെ അടുത്ത് എല്ലാത്തിനുള്ള സംഗതികളുണ്ട്. അവർ വന്ന മുതൽ അവരെങ്ങനെ വളർന്നു. കാരണം കോടതി ഇപ്പം അവർ അത് ചിലവിന് തന്നില്ല, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കോടതി ഇപ്പോൾ സകല ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പണ്ട് മുതലേ എല്ലാം ഒളിപ്പിച്ചിട്ടുണ്ട്. എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കോടതിയിലെത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഓരോ സംഗതികൾ പറയുന്നിടത്തെല്ലാം അവർ പോയിട്ട് ട്രാപ്പിൽ പെടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ല. അപ്പോൾ അതേപോലെ ഈ കാര്യവും എനിക്ക് ദൈവം മുമ്പിൽ കൊണ്ടുതരും. എന്താണ് ഈ മമ്മൂട്ടിൻ്റെ റോള്, എന്തുകൊണ്ടാണ് മമ്മൂട്ടി സൈലൻ്റ് എന്നുള്ളത്. അത് പുസ്തകത്തിൽ പിന്നെ എന്തായാലും ഉണ്ടാവും. അത്ര മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നിങ്ങൾ വിചാരിക്കും? ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പ്രശ്നം ഒന്ന് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് പോയി. അതെ, ആ കുടുംബ പ്രശ്നം തീർന്നിട്ടില്ല ഇതുവരെ. അത് തീരില്ലല്ലോ ഇനി. ഡിവോഴ്സ് ആയോ? ഇപ്പം ഓൾറെഡി ഇതിൽ കിടക്കുകയാണ്, ഫാമിലി കോർട്ടിൽ കിടക്കുകയാണ്. ഫാമിലി. പിന്നെ അത് മാത്രമല്ല, കഴിഞ്ഞ അക്കാഡമിക് ഇയർ ചെയ്ത സമയത്ത് പിള്ളേർ ചെന്നൈയിൽ വന്നിരുന്നു. ഞാൻ എൻ്റെ കസിൻസും ഇവരെല്ലായിട്ട് ഞങ്ങളൊരു ഫാമിലി ടൂറൊക്കെ പോയിരുന്നു കാശ്മീരിൽ. അപ്പോൾ ആദ്യമായിട്ടാണ് വൈഫില്ലാതെ ഒരു ടൂറ് പിള്ളേരും ഞാനും മാത്രം പോകുന്നത്. അത് അവർക്ക് ഒരുമാതിരി ഇതൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ശേഷം അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റഡി പെറ്റീഷൻ കൊണ്ടുപോയി കൊടുത്തിട്ട് അതിനും ഇപ്പം ഒരു ഫേവറായിട്ടുള്ള ഒരു ഓർഡർ വാങ്ങിയിരിക്കുകയാണ്. ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതലുണ്ടായ ഒരു വിഷമം എന്താ വെച്ചാൽ, ഞാനത് പറയാൻ വിട്ടുപോയി. ഇതിനകത്ത് മമ്മൂക്കാക്ക് വളരെ കൃത്യമായ റോളുണ്ട്. കാരണം പിന്നെ ഈ ഡൊമസ്റ്റിക് വയലൻസ് പെറ്റീഷൻ മുതൽ അങ്ങോട്ട് ഫയൽ ചെയ്ത സകല പെറ്റീഷനും മമ്മൂക്ക റെക്കമെൻഡ് ചെയ്ത അഡ്വക്കറ്റാണ്. ആ കുട്ടി അതൊരു കുട്ടി എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു അഡ്വക്കറ്റ് അവർ പിന്നെ എൻ്റെ അഡ്വക്കറ്റ് പറഞ്ഞതാണ് എൻ്റെ അടുത്ത്. പിന്നെ അവരെ ജഡ്ജ് വല്ലാതെ പറഞ്ഞു ഈ എവിഡൻസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ കേസ് കൊണ്ടുവന്ന് ഇതായിരിക്കുന്നതിന്. അപ്പോൾ അവർ ജഡ്ജിൻ്റെ അടുത്ത് അന്ന് ചാമ്പറിൽ വെച്ചിട്ട് പറയാമല്ലോ, സാറേ ഞാനിത് കൂടുതൽ പഠിക്കാതെ എടുത്ത കേസാണ്, മമ്മൂക്ക വിളിച്ച് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കേസ് പിന്നെ ഏറ്റെടുക്കാൻ കാരണം, എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നുള്ളത്. ഇത് എൻ്റെ വക്കീൽ സാക്ഷിയാണ്. അപ്പം നിങ്ങളുടെ ഒന്നാമത്തെ പ്രശ്നം ഫാമിലി പ്രശ്നം. അതെ. രണ്ട്, നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഇവനോട് ബിസിനസ്സിൻ്റെ കാര്യത്തിൽ. സാമ്പത്തിക നഷ്ടം എന്ന് പറയുന്നത് പിന്നെ ഇവനായിട്ടുണ്ടായത് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ അതിനിടയിൽ ഈ കുറച്ച് കളികൾ ഇവൻ കളിച്ചിട്ടുണ്ട്. അതായത് ഈ ഫെഡറൽ ബാങ്കിലെ ഡോക്യുമെൻ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ DRTന്ന് ടൈം വാങ്ങിച്ചിരുന്നു. ഡെപ്റ്റ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞിട്ട് മറ്റേ ഇതുണ്ട്, അവിടുന്ന് ടൈം വാങ്ങിച്ച് വെച്ചിരിക്കുന്ന സമയത്ത് ഇവൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ആളാവാൻ വേണ്ടി ഇവരുടെ ഫാമിലി പോയിട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരാമെന്നും പറഞ്ഞിട്ട് ഇവൻ കാശ് എങ്ങനെയൊക്കെയോ കാശ് അതിപ്പം ഞാൻ അതും എൻ്റെ ED പരാതി പറഞ്ഞിട്ടുണ്ട്. അതായത് എൻ്റെ കമ്പനി അക്കൗണ്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീൻ്റെ ഡയറക്ടേഴ്സോ ഷെയർ ഹോൾഡേഴ്സോ അല്ലാതെ ഒരാൾക്കും കമ്പനിയുടെ ലയബിലിറ്റി ബാങ്ക് അക്കൗണ്ടിൽ കാശ് കൊണ്ടാന്ന് ഇടാൻ പാടില്ല. മനസ്സിലായില്ല? നിങ്ങൾക്ക് നല്ലതല്ലേ, തീർന്നു പോയില്ലേ? തീർന്നു. ലീഗലി കോംപ്ലിക്കേഷൻ വേറെ ഇല്ലേ?
ഞാനത് ബാങ്കിന് എക്സ്പ്ലനേഷൻ ചെയ്ത് വെച്ചിട്ട് വക്കീൽ പറഞ്ഞ പ്രകാരം അതിൻ്റെ കോപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2 വർഷം കഴിഞ്ഞാൽ ഇൻകം ടാക്സിൻ്റെ കുറി വരും. കാരണം ഇവൻ കാശ് കൊണ്ടാന്നിട്ടിട്ട് ഈ ലോണ് ക്ലോസ് ചെയ്ത് ഡോക്യുമെൻ്റ് എടുത്തിട്ട് അവൻ്റെ കസ്റ്റഡിയിൽ വെച്ചു. 2 ആഴ്ച മുമ്പാണ് ഞാൻ അറിഞ്ഞത്. വളരെ അടിപൊളി സൂപ്പർ പ്രോപ്പർട്ടിയാണ്. വൈഫിൻ്റെ ഫാദർ. അത് വൈഫിൻ്റെ മാത്രമല്ല, അവർക്ക് എല്ലാവർക്കും ചേർന്നിട്ടുള്ളതാണ്. 2 ആഴ്ച മുമ്പ് അതിൻ്റെ ഒരു പോർഷന് ഇവൻ എഴുതി വാങ്ങി എന്നുള്ളത് ഇപ്പം നിങ്ങളുടെ വിഷയമല്ലല്ലോ, അത് അവൻ്റെ വൈഫ്, നിങ്ങളുടെ വൈഫ് ഇപ്പം നിങ്ങൾ ഇല്ല അവൻ കൊണ്ടോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. ഇല്ല, അതെ, അല്ല, ഞാൻ പറയണ ഇവൻ എത്രത്തോളം സ്മാർട്ടാണ് എന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പം നിങ്ങളുടെ പോരാട്ടം എങ്ങനെയാണ്? അല്ല, പോരാട്ടം എന്നുള്ളത് ഇവനെ തുറന്ന് കാണിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ തോമസ് ഐസക്കിനെ പോലെയുള്ള ആൾക്കാർ. തോമസ് ഐസക്ക് എന്ത് ബന്ധമോ? അന്ന് അവനെ വിളിക്കുന്ന നമ്മൾ കണ്ടു അല്ലേ? അല്ല, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇടപാടുണ്ടോ? ഒന്നുമില്ല. തോമസ് ഐസക്കെയാണ് ഇവൻ്റെ റൈറ്റ് ഹാൻഡ്. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ മനസ്സിലാക്കിയിട്ട് ഇവനെ തള്ളി പറയാൻ തയ്യാറാവണം. ഇപ്പം എനിക്ക് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു. അതൊരിക്കലും ഇനിയിപ്പം എന്തായാലും ഇത് ചേരാൻ പോകുന്നില്ല. ഇപ്പം കുട്ടികളുടെ കാര്യത്തിലും കുറച്ച് ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നത്. ഇവനെ തുറന്ന് കാണിക്കുക, ഇവൻ്റെ എല്ലാ സോഴ്സുകളും അടയ്ക്കപ്പെടുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിനെ പോലത്തുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ക്രിമിനൽസിനെ സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്തിനാണ് അവർക്ക് സഹായം ചെയ്തു, ഇവരും തമ്മിൽ എന്താണ് ഇത്രമാത്രം വലിയ ബന്ധം, എന്തിനാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ? ഇപ്പം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ പാർട്ടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇല്ലാത്ത പ്രശ്നങ്ങളില്ല, നിങ്ങൾക്കറിയാലോ, ഞാൻ പറയേണ്ടിയില്ലല്ലോ. അത്രയും അങ്ങനെയുള്ള സമയത്തെങ്കിലും കണ്ടറിഞ്ഞിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റി നിർക്കുന്നതിന് പകരം ഇപ്പം ഈ അടുത്തൊരു പോസ്റ്റ് ഇട്ടത് ഞാൻ കണ്ടു ഫേസ്ബുക്കിൽ. മാഷ് അസംബ്ലിൻ്റെ അകത്ത് നമ്മളെ കെ രമയായിട്ട് എന്തോ സംസാരിക്കുന്നതിനെ പറ്റിയിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് പാർട്ടിൻ്റെ ആളാണ് എന്നുള്ളത് കാണിക്കുന്ന രീതിയിൽ വീണ്ടും പാർട്ടിൻ്റെ ആളാണല്ലോ. അതെ, പാർട്ടിൻ്റെ ആളാണല്ലോ. കാരണം പാർട്ടി സെക്രട്ടറി അവിടെ വന്നാണ് താമസിക്കുന്നത്. അതെ. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഇത് എന്നോ ഇൻ്റർവ്യൂവിന് വരേണ്ടതായിരുന്നു, എന്നോ ചാനൽ പോകേണ്ടതായിരുന്നു. പക്ഷേ എനിക്ക് ചെയ്യുകയാണെങ്കിൽ ഷാജൻ സാർ നിങ്ങളുടെ അടുത്ത് തന്നെ ചെയ്യണമെന്നുള്ളത് വളരെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള, കഴിഞ്ഞ വർഷമേ ഞാൻ ചെയ്യേണ്ടതായിരുന്നു. ഞാൻ നിങ്ങളുടെ അടുത്ത് കുറേ കാലമായിട്ട് ബന്ധപ്പെട്ടു. പക്ഷേ അതിൻ്റെ എന്നെക്കാട്ടിയും വലിയ പ്രശ്നങ്ങളിൽ നിങ്ങൾ നടക്കുന്ന സമയത്ത് എനിക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റാണ്ടായി. പിന്നെ നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങൾ എന്തായാലും തിരിച്ചു വരും എന്നുള്ള, കാരണം നിങ്ങളുടെ പേരിൽ എന്നെ പോലെ തന്നെ കുറേ കള്ളക്കേസ് ഇട്ട് പ്രശ്നമായി. ഇതൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് പിന്നെ ആ ഫോഴ്സ് ചെയ്യാൻ അങ്ങനെ നീണ്ടു പോയതാണ്. ഇപ്പോൾ ആൾക്കാർ ചോദിക്കും എന്താ ഇത്രയും കഴിഞ്ഞിട്ട് വരുന്നതെന്നുള്ളത്. കഴിഞ്ഞിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മദ്രാസിൽ 24-ൻ്റെ അടക്കം റിപ്പോർട്ടർമാർ എന്നെ ബന്ധപ്പെട്ടിരുന്നു, ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടർമാർ എന്നെ ബന്ധപ്പെട്ടിരുന്നു. ഞാൻ പറഞ്ഞ ആ സമയമില്ല എന്ന് പറഞ്ഞ് ഒഴിവായതാണ്. കാരണം ഞാൻ ഫസ്റ്റ് എൻ്റെ ഇഷ്യൂ തുടങ്ങിയ സമയത്ത് എനിക്ക് സഹായിച്ച ആളാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ തന്നെ എൻ്റെ ഈ ഇൻ്റർവ്യൂ വേണമെന്നുള്ളത് എനിക്ക് താല്പര്യമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത്രയും സമയം വെയിറ്റ് ചെയ്തു. ഇപ്പം അതിനൊരു സമയം കിട്ടി, എന്തായാലും നന്നായി. ഓക്കെ, നിങ്ങളുടെ പോരാട്ടം തുടരട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.